ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഗ്രൂപ്പ് കൊച്ചി ടെക് ഗ്രൂപ്പ് കഴിഞ്ഞ ജൂണിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് 100ാമത്തെ വീഡിയോ ആണ് നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്. സോ ഒരു എന്താ പറയുക, സെഞ്ചുറി അടിച്ചു. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഒരു കണ്ടംപററി റെലവൻസ് ഉള്ള സാധനമാണ് AI. We as a group think it is hyped up a bit. We are not saying that everything is hype, but hype does exist, and many of things which is being promised might not manifest in the near future. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് AI എന്നുള്ളൊരു പദം എന്താണെന്ന് നോക്കാം. അതായത് ഇപ്പോൾ ഇന്റലിജൻസ് എന്നുള്ളൊരു സാധനം ഹ്യൂമൻസിന്റെ കുത്തകയാണെന്നാണ് പൊതുവെ ആന്ത്രോപോമോർഫിക് അല്ലെങ്കിൽ ആന്ത്രോപോസെൻട്രിക് ആയിട്ടുള്ള ഹ്യൂമൻസ് വിചാരിക്കുന്നത്. അതായത് ശരിയാണ്, ഒരു ഇവോൾവ് റീസണിങ്. ഇപ്പോൾ ഇന്റലിജൻസ് എന്ന് പറയുന്ന സാധനം ആനയ്ക്കും മറ്റേ എന്താ പറയുക പ്രാവിനല്ല മറ്റേ കാക്കയ്ക്കും ഒക്കെ ഇപ്പം ചതുര ചിന്താഗതിയുള്ള കാക്ക എന്നൊക്കെ ഈ പഞ്ചതന്ത്ര കഥകളിലൊക്കെ ഇതുണ്ട്, ഈവൻ വെസ്റ്റേൺ കൾച്ചറിലും ഉണ്ട്. പക്ഷേ വെൻ വി സേ ഇന്റലിജൻസ്, നമ്മൾ ഹ്യൂമൻ ഇന്റലിജൻസിനെയാണ് നമ്മൾ ഇന്റലിജൻസ് ആയിട്ട് കാണുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഒരു എന്താ പറയുക, ഒരു മെക്കാനിസ്റ്റിക് ഇന്റലിജൻസ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു യന്ത്രവൽകൃത ബുദ്ധി എന്നാണ് പറയേണ്ടത്. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി നിർമ്മിത ബുദ്ധി എന്ന് പറയുന്നവരുണ്ട്. പിന്നെ എന്താ പറയുക ഒരു കൃത്രിമ ബുദ്ധി എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ ആർട്ടിഫിഷ്യൽ എന്നുള്ളതിന് നിർമ്മിത ബുദ്ധി ആവുന്നതാണ് കുറച്ചും കൂടി ബെറ്റർ. പക്ഷെ ആൾക്കാർ അത് കൃത്രിമ ബുദ്ധിയായിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ AI. അപ്പോൾ ഈ ടേം 1956 കോയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഡാർമോത്ത് കോൺഫറൻസിൽ വെച്ചിട്ടാണ്, ജോൺ മെക്കാർത്തിയാണെന്ന് തോന്നുന്നു. അത് ഒരു ബജറ്റ് കിട്ടാൻ വേണ്ടി, ഒരു റിസർച്ച് പ്രോഗ്രാം ഫണ്ട് ചെയ്യാൻ വേണ്ടി ഇട്ട ഒരു നോവൽ പേരാണ്. ദാറ്റ് നെയിം ഗോട്ട് സ്റ്റക്ക്. അപ്പോൾ അന്ന് പറഞ്ഞിരുന്ന വെച്ചാൽ വിത്തിൻ 10 years ഇഫ് പ്രോബ്ലം ഓഫ് പ്ലേയിങ് ചെസ് ഈസ് സോൾവ്ഡ്, AI ഈസ് ഓക്കെ. അപ്പോൾ ചെസ്സായിരുന്നു, ഡ്രോസഫീല മെലനോഗാസ്റ്റർ ഓഫ് AI എന്നാണ് അതിനെ പറഞ്ഞിരുന്നത്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെസ്സ് പക്ഷേ പിന്നെ ആൾക്കാർക്ക് മനസ്സിലായി, ഓക്കെ ഇപ്പോൾ ചെക്കർ പ്രോഗ്രാംസ് അർദർ സാമുവൽ എന്ന ഒരാൾ സോൾവ് ചെയ്തു. ഈ അർദർ സാമുവലാണ് മെഷീൻ ലേണിങ്ങിന് ഒരു നിർവചനമൊക്കെ നൽകിയത്. മെഷീൻ ലേണിംഗ് ഈസ് ആർട്ട് ആൻഡ് സയൻസ് ഓഫ് ജനറേറ്റിംഗ് പ്രോഗ്രാംസ് ഫ്രം ഡാറ്റ വിത്തൗട്ട് എക്സ്പ്ലിസിറ്റ് കോഡിങ്ങോ, അങ്ങനെ ഒരു ഡെഫിനേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യകാലങ്ങളിൽ ചെസ്സൊക്കെ ശരിക്കും പറഞ്ഞ ഒരു ജനറേറ്റ്, ഇവാലുവേറ്റ് ആൻഡ് ടെസ്റ്റ് റീസണിങ്ങിൽ ആണ്. ഇപ്പോൾ ഒരു സിംബോളിക് AI വെച്ചിട്ടാണ് ചെസ്സൊക്കെ നീങ്ങിയിരുന്നത്. 1989 ഒരു ഡീപ്പ് തോട്ട് എന്നുള്ളൊരു കമ്പ്യൂട്ടർ ഐ തിങ്ക് ഒരു മാച്ച് അങ്ങാണ്ട് ഡ്രോ പിടിച്ചു. 1997 IBM ഒരു എന്താ പറയുക ചെസ് അതിനൊരു പസിൽ, അതായത് ഗാരി കാസ്പറോവിനെ ബീറ്റ് ചെയ്തു. പക്ഷേ അവരുപയോഗിച്ചത് ഇന്ന് കാണുന്ന ന്യൂറൽ നെറ്റ്വർക്കും അങ്ങനെയൊന്നുമല്ല. ഫീൽഡ് പ്രോഗ്രാമബിൾ ഗേറ്റ് അറേ വെച്ചിട്ട് ഹാർഡ്വെയർ ആക്സലറേഷൻ, ലാർജ് ഡാറ്റാബേസ് ബാങ്ക് ഉണ്ടാക്കിയിട്ട് ഈ ഹ്യൂറിസ്റ്റിക്സ് വെച്ചിട്ട് പീസസിനെയൊക്കെ എന്താ പറയുക ഈ വാല്യൂ കൊടുത്ത് ആൽഫ ബീറ്റ പ്രൂണിങ് അങ്ങനെ പല ടെക്നിക്സ് ഉപയോഗിച്ചിട്ടാണ് നെക്സ്റ്റ് മൂവ് അവർ ചെയ്തിരുന്നത്. പക്ഷേ 2015 ആൽഫാഗോ വന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായും ഗോ ചെസ്സിനേക്കാളും കോമ്പിനേറ്റോറിയൽ എക്സ്പ്രഷനുള്ള പ്രോബ്ലം ആണ്. അവർ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് വെച്ചിട്ടാണ് അവർ അത് ചെയ്തത്. അതായത് ഈ ഗോയെക്കുറിച്ച് ഒരു നിയമമൊക്കെ തൗസൻഡ്സ് ഓഫ് ഗോ ബോർഡ് പൊസിഷൻ കണ്ടിട്ടാണ് ആ പ്രോഗ്രാം ലേൺ ചെയ്തത്. പിൽക്കാലത്ത് ചെസ്സിലും അങ്ങനെ വന്നു. അപ്പം ഇന്നൊരു ഹ്യൂമന് ചെസ്, അപ്പം ചെസ്സിൻ്റെ കത്തിക്കൽ കഴിഞ്ഞു. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്, ഒരു ഹ്യൂമൻ ചെസ് കളിക്കുന്ന വരെയാണോ കമ്പ്യൂട്ടർ കളിക്കുന്നത്? ഡെഫിനറ്റ്ലി നോട്ട്. അപ്പോൾ കമ്പ്യൂട്ടറിന് പെർഫോമൻസ് ഉണ്ട്, പക്ഷേ ഹി ഡസന്റ് ഹാവ് ദ കോമ്പറ്റൻസ്. അപ്പോൾ പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ട്യൂറിംഗ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ക്രൈറ്റീരിയ ഉണ്ടായിരുന്നു. അതായത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ 1950 ഒരു പേപ്പർ ട്യൂറിംഗ് പബ്ലിഷ് ചെയ്തു. അപ്പോൾ ഒരു മാസ്ക്ഡ് ആയിട്ടുള്ളൊരു ഏരിയയിൽ അപ്പുറത്തൊരു കമ്പ്യൂട്ടറുണ്ട്, ഒരു ഹ്യൂമനും ഉണ്ട്. അപ്പോൾ ഒരു ഹ്യൂമൻ കമ്പ്യൂട്ടറിൻ്റെ അടുത്ത് ടൈപ്പ് ചെയ്യുമ്പോൾ അപ്പുറത്തുനിന്ന് കമ്പ്യൂട്ടറാണോ പറയുന്നത് അതെയോ ഹ്യൂമനാണോ പറയുന്നത് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിൽ AI ഉണ്ടെന്നതാണ്. പക്ഷേ ട്യൂറിംഗ് ടെസ്റ്റൊക്കെ ഇപ്പോൾ ഒരു കാലഘട്ടം, ഇപ്പോൾ ലാർജ് ലാംഗ്വേജ് മോഡലൊക്കെ അതൊക്കെ വളരെ മറികടന്നു. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ യൂസിങ് സിംബോളിക് AI, സിംബോളിക് പ്രോസസ്സിങ്, കണക്ഷനിസ്റ്റിക് പ്രോസസ്സിങ്, അതായത് ന്യൂറൽ നെറ്റ്വർക്ക്, പിന്നെ ജനറ്റിക് അൽഗോറിതം, ബയസിയൻ മോഡൽസ്, പിന്നെ എന്താ പറയുക എവല്യൂഷണറി അൽഗോറിതം ഉപയോഗിച്ച് ഹ്യൂമൻ ഇൻ്റലിജൻസിനെ
എമുലേറ്റോ സിമുലേറ്റോ ചെയ്യുന്നതിനെ നമുക്ക് വേണമെങ്കിൽ AI എന്ന് വിളിക്കാം. ഒരു കാലത്ത് നാരോ AI, ബ്രോഡ് AI എന്നൊക്കെ പറഞ്ഞ് ഇതുണ്ടായിരുന്നു. അതായത് ഈ ഹ്യൂമന്റെ കപ്പാസിറ്റി എത്തിയില്ലെങ്കിലും എന്തെങ്കിലും മാർജിനൽ ഇമ്പ്രൂവ്മെന്റ് നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിലോ പ്രോഗ്രാം ഇന്റലിജൻസ് കാണിക്കുകയാണെങ്കിൽ ഓക്കെ, അത് നാരോ എയുടെ ഭാഗമായിരുന്നു. പിന്നെ ബ്രോഡ് AI ഓർ എന്താ പറയുക സ്ട്രോങ് AI എന്ന് പറയുന്നവരുണ്ട്. വീക്ക് AI, സ്ട്രോങ് AI. വീക്ക് AI ആണ് കാലങ്ങളോളം ഈ മെഷീൻ ലേണിംഗ്, ഈവൻ ഡീപ്പ് ലേണിംഗിന്റെ താലത്തിൽ വീക്ക് AI ആണ് ആൾക്കാർ ഇത് ചെയ്തിരുന്നത്. അപ്പോൾ LLM വന്നാണ് അതിനെ ഇപ്പം എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ട്രൂ AI, ഓക്കെ, അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ജനറൽ ഇന്റലിജൻസിലോട്ടും ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇന്റലിജൻസിലോട്ടും ഇത് സ്കെയിൽ ചെയ്ത്. അപ്പോൾ AI എന്നുള്ള ടേമിന് ഒരു ഹിസ്റ്ററി ഉണ്ട്. അതിൻ്റെ പുറകിൽ ഈ ചെസ് ആസ് എ മെറ്റഫോർ ഫോർ ഓക്കെ മെഷറിങ് ഇന്റലിജൻസ് ഉണ്ടായിരുന്നു. പിന്നെ ട്യൂറിംഗ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. കാലാകാലങ്ങളിൽ കുറേ ബെഞ്ച് മാർക്സും എന്താ പറയുക റോബോട്ട്സ്, ഇപ്പോൾ ഐസക് അസിമോവിൻ്റെ 3 laws of robotics, ഈവൻ എന്തിരൻ മൂവിയിൽ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഈ AI കുറിച്ച് പല റിസർച്ചേഴ്സ്, റോഡ്നി ബ്രൂക്സ്, പിന്നെ ജോൺ മെക്കാർത്തി, ഇവരൊക്കെ പല ഇപ്പോൾ എന്താ പറയുക ഈവൻ ചാറ്റ് ബോട്ട്സും ഒക്കെ AI ആയിട്ട് ഇത് ചെയ്തിട്ടുണ്ട്. ഈവൻ പല കമ്പൈലർ ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ് തന്നെ ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ റിസർച്ച് ചെയ്യുന്നുണ്ടായതാണ്. ഓക്കെ, അപ്പോൾ AI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈ യൂസിങ് എ ഓട്ടോമാറ്റിക് കമ്പ്യൂട്ടേഷൻ മെത്തേഡ്, ഇപ്പം എൻ്റെ കണ്ണിൽ ഒരു ഐദർ വി ക്യാൻ എമുലേറ്റ് ഓർ സിമുലേറ്റ് ഹ്യൂമൻ ഇൻ്റലിജൻസ് ഇൻ എന്താ പറയുക സർട്ടൺ ആസ്പെക്ട്സ്. ഓക്കെ, അത് അപ്പം അതിന് വേണ്ടി ഒരു 2010 ശേഷം ഒരു മെഷീൻ ലേണിംഗ് അൽഗോറിതംസ്, ഇപ്പോൾ കമ്പ്യൂട്ടേഷണൽ പവർ ഒക്കെ അവൈലബിൾ ആയതുകൊണ്ടും ലൈബ്രറീസ് ഒക്കെ അവൈലബിൾ ആയതുകൊണ്ടും ഡാറ്റ അവൈലബിൾ ആയതുകൊണ്ട് ML അൽഗോറിതംസ്, അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ക്ലാസിഫിക്കേഷൻ, മറ്റേ റിഗ്രഷൻ, പിന്നെ എന്താ പറയുക എൻസെമ്പിൾ മോഡൽസ്, K നിയറസ്റ്റ് നമ്പർ, അങ്ങനെ കുറേ സപ്പോർട്ട് വെക്ടർ മെഷീൻ ആയിരുന്നു ML അൽഗോറിതത്തിൻ്റെ കിങ്. അപ്പോൾ ML വെച്ചിട്ട് നമുക്ക് ഇൻ്റലിജൻസ് സിമുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. പക്ഷേ 2012 ടൈം ലൈനിൽ ഈ ജെഫ് ഹിൻഡനും പുള്ളിയുടെ സ്റ്റുഡൻ്റാണ് ഇലിയ സുസ്വേക്കറോ, അയാൾ പിൽക്കാലത്ത് ഓപ്പൺഎഐയിലൊക്കെ പോയി വർക്ക് ചെയ്തു. അവർ ഈ വോയിസ് റെക്കഗ്നീഷനിൽ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മോഡലിങ്ങിൽ വോയിസ് റെക്കഗ്നൈസ് ചെയ്യുന്ന എല്ലാ സോഫ്റ്റ്വെയറിനേക്കാളും മുകളിൽ പെർഫോമൻസ് കാണിച്ചു. പിന്നെ കൺവല്യൂഷണൽ ന്യൂറൽ നെറ്റ്വർക്ക്, ഇമേജ് പ്രോസസ്സിങ്ങിലും ട്രാൻസ്ഫർ ലേണിംഗ് എന്നുള്ള ടെക്നിക്കിൽ പീപ്പിൾ ബിഗാൻ ടു, ഇപ്പോൾ ഈവൻ ഓട്ടോമേറ്റഡ് കാറും ഈ കാര്യങ്ങളുമൊക്കെ ഒരു ഡീപ്പ് ലേണിങ്ങിൻ്റെ ട്രയംഫാണ്. ബട്ട് ഇൻ 2017 ഒരു ട്രാൻസ്ഫോമർ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് കണ്ടുപിടിക്കുകയും ട്രാൻസ്ഫർ ലേണിങ്ങിനെ മാതിരിയുള്ള കാര്യങ്ങൾ നമുക്ക് ടെക്സ്റ്റിലും ചെയ്യാമെന്ന് കണ്ടുപിടിച്ചപ്പോഴാണ് LLMസിൻ്റെ ഒറിജിൻ ഉണ്ടായിരുന്നത്. അപ്പോൾ LLM വെച്ചിട്ട് കുറേ കാലം ഇവർ മുന്നോട്ട് പോയി. പക്ഷേ ലാർജ് റീസണിങ് മോഡൽ ആണ് ഇപ്പോൾ ഹോളി ഗ്രേയിൽ. ഇപ്പോൾ ഒരു ഈ എന്താ പറയുക അതിലാണ് ഇപ്പോൾ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഇൻ്റലിജൻസ് എമുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഓപ്പൺഎഐയും മെറ്റയും ഇപ്പോൾ ഈവൻ മൈക്രോസോഫ്റ്റ് പോലും പറയുന്നത് വെച്ചാൽ മൈക്രോസോഫ്റ്റ് കുറച്ചുകൂടി കെയർഫുൾ ആണ്. പക്ഷേ ഓപ്പൺഎഐയും ഒക്കെ ഭയങ്കര അഗ്രസീവാണ്. അവർ പറയുന്നത് വെച്ചാൽ AI ഈസ് ഓൾറെഡി ദെയർ, AGI ഈസ് അറൗണ്ട് ദ കോർണർ. മൂമെന്റ് യു അച്ചീവ് AGI ഇറ്റ് ഇസ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ആർട്ടിഫിഷ്യൽ സൂപ്പർ ഇൻ്റലിജൻസ് ഉണ്ടാവുമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത് വെച്ചാൽ ട്രാൻസ്ഫോമർ നെറ്റ്വർക്കിൽ നിന്ന് തുടങ്ങി LLMs തന്നെ എന്താ പറയുക സൂപ്പർവൈസ്ഡ് ഫൈൻ ട്യൂണിങ് വഴി, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ത്രൂ ഹ്യൂമൻ ഫീഡ്ബാക്ക് വഴി, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ത്രൂ AI ഫീഡ്ബാക്കിന് ശേഷം മറ്റേ RLVR, റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് ത്രൂ മറ്റേ വെരിഫയബിൾ റിവാർഡ്സ് എന്നുള്ള മെക്കാനിസം വെച്ചിട്ട് ഒരു പ്രോഗ്രാം ജനറേറ്റ് ആൻഡ് ടെസ്റ്റ് അപ്രോച്ച് വെച്ചിട്ടാണ് ഇപ്പോൾ ഗൈഡഡ് പ്രോഗ്രാം സെർച്ച് എന്നാണ് അതിനെ വിളിക്കേണ്ടത്. അതാണ് ഇപ്പം നമുക്ക് തരുന്ന ഒരു എന്താ പറയുക ഇൻ്റലിജൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഇപ്പോൾ ഗ്രോക്ക് 4 ആണെങ്കിലും ഇപ്പോൾ കോപ്പൈലറ്റ് ആണെങ്കിലും അതിൽ നമുക്കിപ്പോൾ ഒരു ഓൾഡ് C പ്രോഗ്രാം കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഈക്വലന്റ് ജാവ പ്രോഗ്രാം ഗർനായിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അത് ഈ എന്താ പറയുക ഈ വളരെ ഹാൻഡ് ക്രാഫ്റ്റഡ് ആയിട്ട് മോഡൽസ് ഉണ്ടാക്കുന്നതുകൊണ്ടാണ്. മിക്സർ ഓഫ് എക്സ്പേർട്സ്, മാസ്കിങ്, അങ്ങനെ പല ടെക്നിക്സ് വെച്ചിട്ട്. അപ്പോൾ ഈ AI ഈ ഹൈപ്പ് അതൊരു മസ്റ്റാണോ? അതായത് അതെയോ നെക്സ്റ്റ് ഗ്രോത്ത് ഫ്രണ്ടിയർ ഓഫ് ഡിജിറ്റൽ കമ്പനീസ് എന്നാണ്. അപ്പോൾ ഈ ഡിജിറ്റൽ കമ്പനീസ് 2011
സോഫ്റ്റ്വെയർ ഈസ് ഈറ്റിംഗ് ദ വേൾഡ്. മാർക്ക് ആൻഡേഴ്സൺ ഒരു ആർട്ടിക്കിൾ എഴുതുകയായി. അപ്പോൾ അത് വെച്ചിട്ട് സോഫ്റ്റ്വെയർ പല സ്ഥലത്തേക്കും പ്രൊലിഫറേറ്റ് ചെയ്തതിൻ്റെ ഫലമാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ഗ്രോത്ത് എന്നാണ് പതുവെ പറയപ്പെട്ടത്. അപ്പം അതേ കമ്പനികൾ നെക്സ്റ്റ് വേവ്, സ്റ്റാർട്ടപ്പ് വേവിന് ശേഷം കൊണ്ടുവരുന്ന വേവാണ് AI വിൽ ഈറ്റ് ദ സോഫ്റ്റ്വെയർ എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഹു വിൽ ഈറ്റ് ദ AI എന്നാണ്. പക്ഷെ അതിന് ഒരു ഈറ്റ് AI എന്നുള്ളതിന് ഫിലോസഫി ആണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഡിജിറ്റൽ കമ്പനീസിൻ്റെ ഇപ്പോൾ ഓപ്പൺ AI മാതിരിയുള്ള നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനായിട്ട് തുടങ്ങി പ്രോഫിറ്റ് ഓർഗനൈസേഷനാക്കി മാറ്റി എന്താ പറയുക, ഒറിജിനൽ ചാർട്ടറിൽ നിന്ന് വ്യതിചലിച്ച് പവർ ഗ്രാബ് ചെയ്യാനുള്ള ഒരു മെക്കാനിസമാണ് ഈ ബിഗ് 5 കമ്പനീസ്, ഇപ്പം അറ്റ്ലീസ്റ്റ് അമേരിക്കൻ കമ്പനീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ദർ ആർ ഫ്രാൻറ്റിക് റിസർച്ച് ഗോയിങ് ഓൺ ഇൻ ചൈന. അങ്ങനെ ഒരു എന്താ പറയുക, ഈ ഒരു ആംസ് റേസ്, ആംസ് റേസ് മാതിരി, അത് മ്യൂച്വലി അഷ്വേർഡ് ഡിസ്റപ്ഷൻ ഓഫ് എ ഡിഫറെൻറ്റ് കൈൻഡ് അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ അമേരിക്കൻ ഗവൺമെൻറ് ഒക്കെ 500, അതായത് $500 ട്രില്യൺ ഇതിലോട്ട് നെക്സ്റ്റ് കപ്പിൾ ഓഫ് ഇയേഴ്സിൽ പമ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പല കമ്പനികളുടെ ആൾക്കാരെയൊക്കെ ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കമ്പനീസ് ഇങ്ങനെ റിസർച്ച് നടത്തിയില്ലെങ്കിൽ അമേരിക്കയ്ക്ക് എപ്പോഴുള്ള ഡൊമിനേഷൻ പോകും, അങ്ങനത്തെ കുറേ കാര്യമുണ്ട്. അപ്പോൾ ഒരു AI എംപയർ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെന്നാണ് ഒരു കാരൻ ഹാവോ, ഒരു ജേർണലിസ്റ്റാണ്, അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ AI ഇൻഫ്രാസ്ട്രക്ചർ ക്ലൗഡൊക്കെ ഓടിക്കാൻ വേണ്ടി GPUവും പവർ കൺസംഷനൊക്കെ ഹ്യൂജ് ആണ്. അപ്പോൾ ഇതിനു വേണ്ടി വാട്ടറിനൊക്കെ പല സ്ഥലത്ത് ഷോർട്ടേജ്, ഉറുഗ്വേയിലെ മോണ്ടിവീഡിയോയിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എൻവിയോൺമെന്റൽ കോൺസിക്വൻസസ് ഉണ്ടെന്ന് പറയുന്നത്. ഈ മോഡൽസ് ഒക്കെ ട്രെയിൻ ചെയ്യാൻ വേണ്ടി ഹ്യൂമൻ ഫീഡ്ബാക്ക് കൊടുക്കാൻ വേണ്ടി നൈജീരിയയിലും ഒക്കെ ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. അവർ ഭയങ്കര ഇൻഹ്യൂമൻ കണ്ടീഷനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വലിയൊരു ഇഷ്യൂ ഉണ്ട് അവിടെ. പിന്നെ എന്താണ് ഇപ്പോൾ ഓക്കെ, വാട്ട് എവർ AIB. അപ്പോൾ ഇപ്പോൾ കറണ്ട് സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് വെച്ചിട്ട് നമുക്ക് AI അസിസ്റ്റഡ് കോഡിങ് നമുക്ക് ചെയ്യാം. അതായത് വിൻസഫ്, കർസർ.ai, അങ്ങനെ കുറേ ഇതുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഈവൻ ഫ്രം നവംബർ 2022 GPT, പിന്നെ കുറച്ച് കഴിയുമ്പോൾ കോപ്പൈലറ്റൊക്കെ അത്യാവശ്യം നമുക്ക് സെർച്ച് എങ്ങനെയാണ് ചെയ്യേണ്ടത്. കാരണം ഈ ഗൂഗിളിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ കൂടുതൽ കീവേഡ്സ് കൊടുക്കും തോറും ഞാനതിനെ എന്താ പറയുക, സെർച്ച് ടോർച്ചറിങ് എന്ന് പറയുന്നത്. ടോർച്ചർ ചെയ്യുമ്പോൾ റിസൾട്ട് ഡിഗ്രേഡ് ചെയ്യും. പക്ഷേ ഈ ജനറേറ്റീവ് AI ടൂൾസിന്, അല്ലെങ്കിൽ ഇപ്പോൾ ChatGPT, കോപ്പൈലറ്റ്, ഗ്രോക്കിനൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ദേ പ്രൊഡ്യൂസ് സ്പെസിഫിക് റിസൾട്ട്. ഓക്കെ, പിന്നെ പക്ഷേ ഇതിപ്പോൾ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു എന്താ പറയുക, സം ഏജൻസിന് നല്ല യൂസ് ഉണ്ട്. പക്ഷേ എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, ഇഫ് യു വാണ്ട് ടു ഗെറ്റ് മാക്സിമം റിസൾട്ട്, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗും കോണ്ടെക്സ്റ്റ് എഞ്ചിനീയറിംഗ്, മോഡൽ സ്പെക്ക്, അതിനെക്കുറിച്ച് സെർച്ച് ചെയ്യാം. സിസ്റ്റം ലെവൽ ഏജന്റ് ഉണ്ടാക്കണമെങ്കിൽ യു ഹവ് ടു ഡു എ ലോട്ട്, ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് പോസിബിൾ. ഓട്ടോമാറ്റിക് ഏജന്റ് പോസിബിൾ അല്ലെങ്കിലും നിങ്ങൾ മോഡൽ സ്പെക്ക് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ആക്ച്വലി ക്രാഫ്റ്റ് ഏജന്റ് ഔട്ട് ഓഫ് ദീസ് സിസ്റ്റംസ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ അതായത് ഈ പറയുന്ന 5 കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കേപ്പബിലിറ്റി കൂട്ടാനും, ഇപ്പോൾ നമ്പർ ഓഫ് പീപ്പിൾ, ഏർലിയർ വെൻ ഐ യൂസ് ടു ഗെറ്റ് അപ്പ്, ഓക്കെ, എനിക്ക് ഒരാഴ്ചയിലൊരു 10 പല സിസ്റ്റങ്ങളെ കുറിച്ച് ഡൗട്ട് ചോദിക്കുകയാണ്. ഇപ്പോൾ 2-3 പേര് വിളിച്ചാലായി. ഇപ്പോൾ ദാറ്റ് മീൻസ് ഓക്കെ, പീപ്പിൾ ആർ ആക്ച്വലി ഏബിൾ ടു ഫിഗർ ഔട്ട് മോസ്റ്റ് ഓഫ് ദി സ്റ്റഫ്. ഇപ്പോൾ ഡെവോപ്സ് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നുണ്ടായിരുന്നു, പണ്ട് ആൾക്കാർക്ക് കോൺഫിഗറേഷൻ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഇപ്പോൾ ChatGPT വെച്ചിട്ട് അവർക്ക് ഫാസ്റ്റായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ എവരിബഡി, അതായത് ഒരു ഇൻഡിവിജ്വലിൻ്റെ ത്രൂപുട്ട് കൂട്ടാനുള്ള എല്ലാ സാധനങ്ങളും. അപ്പോൾ ഈ 5 കാര്യങ്ങൾ, ഇപ്പോൾ AI അസിസ്റ്റഡ് കോഡിങ്, സെർച്ച് ആൻഡ് റൈറ്റ്, കേപ്പബിലിറ്റി കൂട്ടുക, പിന്നെ സം ഏജൻസ് അവൈലബിൾ ആയിട്ടുള്ളത്, കുറേ ടൈം സേവ് ചെയ്യാൻ പറ്റും, പിന്നെ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, കോണ്ടെക്സ്റ്റ് എഞ്ചിനീയറിംഗ്, മോഡൽ സ്പെക്ക് വെച്ചിട്ട് നമുക്ക് സിസ്റ്റംസ് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഈ യൂസ് കേസ് മാക്സിമം ഇപ്പോൾ ഒരു $30 ബില്യൺ, പിന്നെ ഒരു 5 കൊല്ലത്തേക്ക് ഒരു $150 ബില്യൺ കൂടുതലൊന്നും പോകാൻ ചാൻസ് ഇല്ല. പക്ഷേ അത് $1 ട്രില്യൺ ഇൻഡസ്ട്രി ആയിട്ടാണ് ഇതിനെ ഇത് ചെയ്യുന്നത്. അപ്പോൾ കാശ് മുടക്കിയതുകൊണ്ടും ഇനിയിപ്പോൾ ഫർദർ റിസർച്ച്, കാരണം ഇതിപ്പോൾ പണ്ട് ഹാർഡ്വെയർ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാനായിരുന്നെങ്കിൽ ഇപ്പോൾ സോഫ്റ്റ്വെയർ പീപ്പിൾ, അതായത് പീപ്പിൾ ഹു ക്യാൻ ട്രെയിൻ ദീസ് കൈൻഡ് ഓഫ് നെറ്റ്വർക്ക്സ് ആർ വെരി ഫ്യൂ. അപ്പോൾ അവർക്ക് എന്താ പറയുക, ഒരു ഇന്ത്യന് ഏതാണ്ട് 800 കോടിയോ എന്തോ രൂപ കൊടുത്തിട്ടാണ്, 400 മില്യൺ അല്ല 400 crore rupees കൊടുത്തിട്ടാണ്, 50 മില്യണോ അങ്ങാണ്ട് ഈ കൊടുത്തിട്ടാണ് ആളെ ഹയർ ചെയ്യുന്ന പോലെ. അപ്പോൾ ഹ്യൂമൻ കോസ്റ്റും കൂടുന്നുണ്ട്. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഇപ്പം ഈ ഫണ്ടമെൻ്റലി ഈ മോഡൽ
കനോട്ട് സ്കെയിൽ ബിയോണ്ട് ദിസ് പോയിന്റ്. അതായത് ട്രാൻസ്ഫോമർ LLM, മൾട്ടി മോഡൽ ജെൻ AI, RLVR ബേസ്ഡ് LRM അത് കഴിഞ്ഞ് ഇപ്പം സ്കെയിൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ കമ്പനികളെല്ലാം റവന്യൂ കാണിക്കാൻ വേണ്ടി ഡൗൺ സ്ട്രീം ആപ്ലിക്കേഷൻ, ഈ റാപ്പർ ആപ്സിനെ വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ കുറേ റാപ്പർ ആപ്സ് എല്ലാ കമ്പനികളും വാങ്ങിക്കുമോ, എന്നിട്ട് ഏജൻസും ഒക്കെ കമ്പനിയുടെ മുകളിലോട്ട് വെണ്ടർ ഈക്വേഷൻ വെച്ചിട്ട് ഡംപ് ചെയ്യാം. അപ്പോൾ ഇവൺ ഇഫ് യു ആർ നോട്ട് ടൂൾസ് ആർ നോട്ട് മെച്ചുവർ, AI ഈസ് ഗോയിങ് ടു ബി പാർട്ട് ഓഫ് യുവർ ലൈഫ്. അപ്പോൾ അവിടെയാണ് ഹൈപ്പിൻ്റെ ഒരു ഇത് വരുന്നത്. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഒരു MIT ഹാർവർഡ് സ്റ്റഡി ഉണ്ട്, AI മോഡൽസ് ആർ ലൈക്ക് കെപ്ലർ. അതായത് കെപ്ലർ പ്ലാനറ്ററി മോഷൻ കണ്ടുപിടിച്ചത് റിഗ്രഷൻ വഴിയാണ്. പുള്ളി കളക്റ്റഡ് ദ ഡാറ്റ ഓഫ് ദി ലാസ്റ്റ് 100 years ഓർ സോ, എന്നിട്ട് പിന്നെ പുള്ളി അതിൽ കെയർഫുള്ളി ഒരു എലിപ്റ്റിക് കർവ് ഫിറ്റ് ചെയ്യാണ് ചെയ്തത്. എന്ന സ്ഥാനത്ത് ന്യൂട്ടൺ കണ്ടുപിടിച്ച ഒരു വേൾഡ് മോഡലാണ്. അതിൻ്റെ കോഷൽ റീസണിങ് ആണ്. അതായത് ഇപ്പോൾ 3 law, ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതൊക്കെ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇപ്പം മെഷീൻസ് ആർ റീസണിങ് ലൈക്ക് കെപ്ലർ. ഓക്കെ, അവർക്ക് വേൾഡ് മോഡൽ ഇതുവരെയായിട്ട് കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ആ പേപ്പറിൽ എന്താ പറയുക, വേൾഡ് മോഡൽ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് മാത്രമല്ല, അത് പറ്റത്തില്ല എന്നും കൂടിയാണ് അവർ പറയുന്നത്. അപ്പോൾ ദാറ്റ് മീൻസ് ഒരു ന്യൂറൽ നെറ്റ്വർക്കിന് ഒരു കറണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഏതെങ്കിലും ഒരു ബെഞ്ച് മാർക്ക് പാസ്സാക്കാനോ അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് ടാസ്കിൽ കൊടുക്കാന്ന് വെച്ചാൽ ആ ടാസ്ക് റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് വിത്ത് വെരിഫയബിൾ ഒരു പ്രോഗ്രാം സെർച്ച് വഴിയേ നിങ്ങൾക്ക് ഈ റീസണിങ് കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് ആ പേപ്പർ പറയണേ. ഇപ്പോൾ ഉപയോഗിക്കുന്ന LLMസിന് പകരം വേറെ ഏത് മോഡൽ ഉപയോഗിച്ചാലും ഇത് തന്നെയാണ് സ്ഥിതി എന്നാണ്. ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് പേപ്പർ വിച്ച് വാസ് പബ്ലിഷ്ഡ് ഇൻ July 9th. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസിന് എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാസ് ഗോട്ട് എവറിത്തിങ് ടു ലൂസ് എന്നാണ്. അതായത് ഇപ്പോൾ AI ബ്ലൂ കോളർ ജോബ്സിനെയാണ് ആദ്യം എലിമിനേറ്റ് ചെയ്യുമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ വന്ന് അത് പ്രോഗ്രാമേഴ്സിനെയാണ് അത് ഏറ്റവും കൂടുതൽ ഇത് ചെയ്യാൻ കാരണം. അപ്പോൾ ഹ്യൂമൻ ലാഗ് ഒരു സോഴ്സ് ഓഫ് പ്രോഫിറ്റ് ആണ്. ഇപ്പം നമ്മളെല്ലാവരും കൂടി മ്യൂച്വൽ ഇൻകോമ്പറ്റൻസ് ഷെയർ ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയിൽ ലൈഫ് ക്രാഫ്റ്റ് എഴുതിയെടുത്തത്. അപ്പോൾ till now humans were competing with others. Now humans are going to compete with people with AI tools. അപ്പോൾ ഈ പണ്ട് ഒരു എൻ്റെ സ്ലൈഡിൽ വിശ്വനാഥ് എന്ന് പറഞ്ഞ സിനിമയിലാണ് ശത്രുഘ്നൻ സിൻഹ പറയുന്നുണ്ട്, ഞാൻ ജീവിതത്തിൽ ബുദ്ധിമാൻ പൈസക്കാരനാണെന്ന് കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുവരെയായിട്ടും പൈസക്കാരൻ ബുദ്ധിമാനാണെന്ന് കണ്ടിട്ടില്ല. പക്ഷെ താങ്ക്സ് ടു AI ആൻഡ് ഏജന്റിക് ടൂൾസ് ചിലപ്പോൾ അങ്ങനെ ഒരു സാധനം വന്നേക്കാം. അപ്പോൾ ഫ്യൂച്ചറിൽ എന്തിൻ്റെ ബേസിസിൽ നമ്മൾ കമ്പീറ്റ് ചെയ്യുന്നുള്ളതാണ് ഇതിൻ്റെ കാര്യം. അപ്പോൾ ഒരു ഔട്ട്ലൈൻ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഈച്ച് വെക്ടേഴ്സ് നമുക്ക് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. നൗ ഫ്ലോർ ഈസ് ഓപ്പൺ ഫോർ ഡിസ്കഷൻ. ഓക്കെ, അപ്പോൾ എവിടെയാണ് നമുക്ക് തുടങ്ങേണ്ടത്? എനിക്ക് ഇൻവെസ്റ്റ്മെന്റിൽ ഡൗട്ട് ഉണ്ട്. അതായത് ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് കൂടിക്കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ പോലെ AI ഒരു എന്താ പറയാ സക്സസ്ഫുൾ സ്റ്റേറ്റിലേക്ക് എത്തുന്നില്ല എങ്കിൽ അത് കൊളാപ്സ് ആവുമല്ലോ. അത് ഇൻഡസ്ട്രീനെ ബാധിക്കും. അതായത് അതിന്റെ എന്താ പറയാ, ഈ പൈസ റിക്കവർ ചെയ്യണം. അപ്പോ രക്ഷയില്ല. അപ്പൊ ഒരു ചോദ്യം എന്താന്ന് വെച്ചാല്, ഇപ്പൊ ഇത്രയും ക്യാപിറ്റൽ വാങ്ങിച്ചവര് അറ്റ്ലീസ്റ്റ് അവർക്ക് ഒരു പ്ലാൻ ബി ഉണ്ടാവില്ലേ? ഉണ്ടാവോ? ഉണ്ടാവുന്നാണ് വെക്കണേ. പക്ഷെ ഞാനിപ്പോ കാണുന്നില്ല. അതായത് പ്ലാൻ ബി എക്സിക്യൂഷൻ ആണ് ഇപ്പൊ അവർ ശ്രമിക്കുന്നത്. മറ്റേ അതായത് ഇപ്പൊ വിൻസർഫ് അക്യൂർ ചെയ്യാൻ നോക്കല് അങ്ങനത്തെ. അതായത് ഇതാണ് ഇപ്പൊ അവരുടെ സോഫ്റ്റ് ടാർഗറ്റ് അവർക്ക് ആയിട്ട് വെച്ചേക്കുന്നത്. അതായത് അസിസ്റ്റഡ് കോഡിങ് അല്ലെങ്കിൽ പ്രോഗ്രാമറിന്റെ ഒരു നല്ല ഷെയർ, ഡെവലപ്മെന്റ് ടൈമിന്റെ നല്ലൊരു ഷെയർ കുറയ്ക്കുക എന്നുള്ള ആസ്പെക്റ്റിലാണ് പോകുന്നത്. അത് റീപ്ലേസ് ചെയ്യുന്നുള്ളതാണ് ഹൈപ്പ്. അല്ല, എനിക്ക് ഇതാ മനസ്സിലായി. അതിൽ നിന്ന് ബില്ലിംഗ് ജനറേറ്റ് ചെയ്യാൻ നോക്കണം. പക്ഷെ അത് അറിയില്ല. അല്ല, പിന്നെ ഒരു കാര്യമുണ്ട്. ഇപ്പൊ കറന്റ്ലി ഇപ്പൊ ആൾക്കാർ 30 ബില്യന്റെ ഒക്കെ മാർക്കറ്റ് ഉണ്ട്. അത് കയറി വന്നു കഴിഞ്ഞാൽ ഒരു എന്താ പറയാ ഒരു പർട്ടിക്കുലർ സ്റ്റേജ് ഉള്ളൂ. ഇതിപ്പോ 1 trillion മാർക്കറ്റ് ആണെന്നാണ് ഇത് ചെയ്യുന്നത്. AGI ഈസ് അറൌണ്ട് ദ കോർണർ, ASA വരും. അപ്പോ there are lot of people who say that നമ്മള് എക്സ്പൊണൻഷ്യലി തിങ്ക് ചെയ്യണം, ലീനിയർലി തിങ്ക് ചെയ്യാൻ പാടില്ല, അബണ്ടൻസ് മൈൻഡ് സെറ്റ് വേണം. അപ്പൊ ഇപ്പൊ ഇന്ത്യക്ക് ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇന്ത്യക്ക് ഇപ്പൊ 30,000 സയന്റിസ്റ്റുകളെ ഒരു കൊല്ലം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ഇപ്പോൾ ഒരു 3 ലക്ഷം AI സയന്റിസ്റ്റ് ഇങ്ങനെ പോണ്ടർ ചെയ്യുകയാണെങ്കിൽ സയന്റിഫിക് ബ്രേക്ക് ത്രൂസ് ഒക്കെ ബെറ്ററായി. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് ഈ
പല ഗുഡ്സും സർവീസസും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വാട്ട് എവർ ബി ദ ഷോർട്ട് റൺ ഇത് ചെയ്യുന്നുണ്ട്. അപ്പൊ വേറൊരു സ്കൂൾ ഓഫ് തോട്ട് പറഞ്ഞു വെച്ചാൽ 2040 ആകുമ്പോഴേക്കും നമ്മുടെ ഇപ്പോഴത്തെ എക്സിസ്റ്റിംഗ് സിസ്റ്റംസ് ഒക്കെ കൊളാകും. 2070 ആകുമ്പോൾ വേൾഡ് വിൽ ബി എ വെരി സ്റ്റിങ്കി പ്ലേസ്. 2100 ആകുമ്പോൾ പോയിന്റ് ഓഫ് നോ റിട്ടേൺ എത്തി. പിന്നെ 2200 ആകുമ്പോൾ വേൾഡ് വീണ്ടും മറ്റേ എന്താ പറയാ 1900 പോകുന്നതാണ് പറയുന്നത്. സർവൈവ് എന്നുള്ള അസംഷനില് അതായത് അതിന് മുമ്പ് വല്ല മീറ്റിയർ ഒന്നും ഇടിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ മ്യൂച്വലി വല്ല ന്യൂക്ലിയർ ബോംബ് അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിച്ച് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടെന്ന്. അതായത് ആരും ഒരു പോസിറ്റീവ് സിനാറിയോ പറയുന്നില്ല. ഈ മറ്റേ ഏജന്റിക്ക് വർക്ക് ചെയ്യില്ലല്ലോ ഇതിന് ഈ കേപ്പബിലിറ്റി ഇല്ലെങ്കിൽ, റീസണിങ് കേപ്പബിലിറ്റി ഇല്ലെങ്കിൽ. അതെ. ഇപ്പൊ ഞാനിപ്പോ ഇപ്പോഴത്തെ ആ പേപ്പറല്ലേ മറ്റേ കെപ്ലർ വേഴ്സസ് ന്യൂട്ടൺ കണ്ടു കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ പല ഇന്ററാക്റ്റീവ് ഏജൻസ് ആയിട്ടുള്ള ഡെമോസും ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓട്ടോമേറ്റഡ് എന്താ പറയുക ഒരു ഓഫീസ് ഓട്ടോണമസ്ലി റൺ ബൈ റോബോട്ടോ ഈവൻ ഒരു ഹ്യൂമൻ പ്ലസ് കുറെ ഏജൻസ് റൺ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ഐ തിങ്ക് ഇറ്റ്സ് ഫാർ അവേ നൗ. ഇപ്പൊ കറണ്ട് സ്റ്റേറ്റ് ഓഫ് ദി അഫയേഴ്സ് വെച്ചിട്ട് നമുക്ക് ഏജൻസിന് ടാസ്കുകളൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാനേ പറ്റുള്ളൂ. ഒരു സിസ്റ്റം ഈവൻ സർട്ടൺ ഹ്യൂമൻ ടാസ്കിന് നമുക്ക് കുറേ ഏജൻസി വേണം. ഇതെല്ലാം കൂടി കമ്പ്യൂട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡാറ്റ എക്സ്ചേഞ്ച് ചെയ്ത് അങ്ങനെയല്ലല്ലോ ആയിരിക്കുന്നത്. അതായത് എന്താ പറയാ കുറേ നമ്പേഴ്സ് വിച്ച് റെപ്രസെന്റ് ദ ഇന്റർനെറ്റ് ഡാറ്റ ആ വെയിറ്റ്സ് ആണ് തീരുമാനിക്കണേ. അപ്പൊ അതിനൊക്കെ ഒരു ഇന്റർപ്രറ്റബിലിറ്റി ഇല്ലാത്തതുകൊണ്ട് ഐ തിങ്ക് ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട്. അതാണ് അല്ല മറ്റേ ഈ ക്രിട്ടിക്കൽ സിസ്റ്റംസിലൊക്കെ ഒരിക്കലും വരാൻ പോകുന്നില്ല ഇങ്ങനത്തെ റീസണിങ് വന്നില്ലെങ്കിൽ. ഇനി മറ്റോടത്ത് ഇപ്പൊ ഫോൾട്ട് ടോളറൻസ് ഒക്കെ ഓക്കെ ഉള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ ചിലപ്പോ ഏതെങ്കിലും കോർണർ കേസസിലൊക്കെ വരാം അല്ല, അല്ലെങ്കിൽ കോർണർ കേസ് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ഓട്ടോമേറ്റഡ് ആൻസറിങ് സിസ്റ്റം ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ക്രിട്ടിക്കൽ അല്ല ആൻസർ ഇതല്ലെങ്കിൽ സപ്പോർട്ട് ജോബ്സ് അങ്ങനത്തെ കേസസിലൊക്കെ. അങ്ങനെയല്ല ഇപ്പൊ ഞാൻ കാണുന്നത് മനുഷ്യന് വലിയ വെയിറ്റ് ഒന്നും നോക്കാൻ പറ്റണം. പുള്ളി ഇൻഎഫിഷ്യന്റ്. നമുക്കൊരു ആനേനെ വെക്കാം. അപ്പൊ ആനേനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പിന്നെ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ 10 പേരുടെ ഒരു എക്കോസിസ്റ്റം തന്നെ ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ ആ ഒരു ഇതുണ്ട്. പിന്നെ ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല് എന്തിന് വേണം? ആക്യുറസി, എഫിഷ്യൻസി അതിന് ഉണ്ട്. പക്ഷെ അപ്പോ ഈ ആക്യുറസിയും എഫിഷ്യൻസി അത്ര വലിയൊരു മോട്ടിവേഷൻ ഫാക്ടർ ആണോ? അപ്പോ ആക്യുറസിയും എഫിഷ്യൻസി കൂടിയിട്ട് ഹ്യൂമൻസിനെ എടുത്തു കളഞ്ഞു കഴിഞ്ഞാല് ഹ്യൂമൻസ് കോസ്റ്റ്ലി ആയതുകൊണ്ട് എന്താ പറയാ ഈ ഓപ്പറേഷണൽ പ്രോഫിറ്റ് കൂടാം അല്ലേ? അപ്പൊ പ്രശ്നം എന്താന്ന് വെച്ചാല് ഈ ഒരു സിസ്റ്റത്തിന്റെ പ്രോഫിറ്റ് പങ്കാളിയാവുന്ന ഹ്യൂമൻസ് ആണ് പല പ്രൊഡക്ട്സ് ആൻഡ് സർവീസസിന്റെയും കൺസ്യൂമേഴ്സ്. അപ്പൊ കൺസ്യൂമേഴ്സിൽ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് എന്താ കാര്യം എന്നുള്ള ഒരു പ്രോബ്ലം വരുവാണ്. ഈ ഹ്യൂമൻ ഇൻ ദ ലൂപ്പ് മാത്രമല്ല, ഇപ്പൊ ഹ്യൂമൻസിനെ അതായത് ഈ സിസ്റ്റത്തിന്റെ എന്താ പറയാ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ അല്ല, അതിന്റെ സബ് സിസ്റ്റം ലെവലില് ക്വസ്റ്റ്യനബിൾ ആയിട്ടുള്ള പല റിസൾട്ട്സും പ്രൊഡ്യൂസ് ചെയ്യുന്ന സബ് സിസ്റ്റംസ് ഉണ്ട്. അപ്പൊ അതൊക്കെ എത്രത്തോളം ട്രസ്റ്റബിൾ ആണ്? അതെ, ഇതൊരു ഓഗ്മെന്റേഷൻ ഡിവൈസ്, ഒരു ഗൈഡ് മാത്രമായിട്ടാണ് ഉപയോഗിക്കേണ്ടത്. അതൊക്കെ ഇസ് ബിയോണ്ട് ഈവൻ അവർ സ്കോപ്പ്. ചെറുത് അതാണ്. അല്ല, ഇത് അഡ്വൈസ് ചെയ്യേണ്ടി വരുന്ന ആ ഒരു പോയിന്റ് ഓഫ് വ്യൂലാണ് ഞാൻ ഇതിനെ നോക്കുന്നത്. ഈ ഓർഗനൈസേഷൻ സ്റ്റാൻഡ് പോയിന്റില്. അതായത് അല്ല, എന്റെയൊക്കെ ഇമീഡിയറ്റ് കൺസേൺ മറ്റേ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് സൈഡിലാണോ? മറ്റേ സാറ് ബ്രോഡർ ഇതാണ് പറയുന്നതെങ്കിലും അല്ല ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പോ
ഈ ഇപ്പൊ ആസ് എ ഡേ ടു ഡേ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അല്ലെങ്കിൽ ആ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പൈപ്പ് ലൈനിൽ എന്തൊക്കെയാ ചേഞ്ചസ് എന്നുള്ളത് ഡെഫിനറ്റ്ലി നമ്മൾ വി ഹാവ് ടു വറി ആൻഡ് ദോസ് കൈൻഡ് ഓഫ് തിങ്. പക്ഷേ ഈ വെൻ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ആർ laid off simultaneously, അപ്പൊ അതിന്റെ സോഷ്യൽ കോസ്റ്റും മറ്റേതൊക്കെ നമ്മളെ ബാധിക്കില്ലേ? അതുകൂടി കണക്കിലെടുക്കുന്നതേ ഉള്ളൂ. അതെ അതെ, അല്ല അത് മനസ്സിലായി. അതായത് ഇപ്പൊ അത്യാവശ്യം വിവരമുള്ള സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സിനോട് അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഭസ്മാസുരന് മരം കൊടുത്തായ എന്നാണ് പറയുന്നത്. എന്താ അതായത് ഈ പ്രോഗ്രാമേഴ്സ് ഒരു ടൂൾ ഉണ്ടാക്കി ആ ടൂള് പ്രോഗ്രാമേഴ്സിനെ കൊണ്ടുപോകുന്ന രീതിയിലാവുന്നു. അങ്ങനെ ഓക്കെ. അത് പക്ഷെ കറക്റ്റ് അല്ലല്ലോ. അല്ല അതാണ്, അത് ക്ലിയർ ആയിട്ടില്ലല്ലോ. ഇത് കാരണം അതായത് കോസ്റ്റ് കട്ടിംഗ് ആണോ അതോ അതായത് കമ്പനീസിന്റെ വിഷൻ ലേ ഔട്ട് ചെയ്യുന്നത് എത്രയാണ്? അറ്റ്ലീസ്റ്റ് ഒരു 5 year പ്ലാൻ ഒക്കെ ഉണ്ടാവില്ലേ മിക്ക അതെ, സ്ഥലത്തും? അല്ല ഇപ്പൊ എന്താ പ്രശ്നം എന്ന് അറിയാവോ? ഒരു ടെക്നോളജി അഡോപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ബിസിനസ് റീസൺ കാണിക്കണം. അതെ അതെ സാറേ, ഇതിപ്പോ അതായത് ഡെഡ് ലൈൻസ് കുറച്ചും കൂടി അഗ്രസീവ് ആക്കുന്നു. അല്ല ഞാൻ നോക്കുമ്പോ ഇതിപ്പോ 5 year വിഷൻ ഒക്കെ ഉള്ള സ്ഥലത്ത് അത് ഫാസ്റ്റ് ആക്കാനായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ലേ? അല്ല, അത് യൂസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിപ്പോ ഇപ്പൊ ഒരു എക്കോ സിസ്റ്റത്തില് ഒരു 10-12 ഗ്രൂപ്പ്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ഒരു പ്രൊഡക്റ്റ് പൈപ്പ് ലൈൻ ഏരിയ. അപ്പോ ഇതിപ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ഏതെങ്കിലും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് അവരുടെ കാര്യം അവര് സ്പീഡായി കഴിഞ്ഞാൽ സിസ്റ്റത്തിന്റെ മറ്റ് പാർട്സും പ്രൊപ്പോർഷണലി സ്പീഡായല്ലേ ബെനിഫിറ്റ് ഉള്ളൂ, അല്ലെങ്കിൽ ആ ലാഗ് വരൂല്ലേ അവിടെ? അല്ല ഡെഫിനറ്റ്ലി ഞാൻ പറയട്ടെ, ഇപ്പൊ ജെൻഎഐ ടൂൾസ് ഉപയോഗിക്കുന്നത് പ്രൊഡക്ടിവിറ്റി കൂട്ടും എന്നുള്ളതും ഇൻഡിവിജ്വൽസ് എഫിഷ്യന്റ് ആവുന്നു എന്നുള്ളതിന് ഒരു ഡൗട്ടും ഇല്ല. അത് നോവൈസസിനാണ് എക്സ്പേർട്സിനേക്കാൾ ഗുണം ഇതുകൊണ്ടെന്ന് പറയണം. അത് വേറെ കഥ. അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നല്ലൊരു മെക്കാനിക്കൽ എഞ്ചിനീയറിന് കാറ് വരെയൊക്കെ ഓടിക്കാൻ പറ്റില്ല എന്നാണ്. കാരണം അവന് പേടിയോ ഇതൊക്കെ കൂടി തട്ടി കുട്ടി വീഴുമോ എന്നൊക്കെ ഉള്ളത്. അപ്പൊ ആ ഒരു പ്രോബ്ലം ഉണ്ട് ഇവിടെ. അല്ല കൺവെൻഷണൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഡെഡ് ആവും, ഡൗട്ടില്ല. ഓഗ്മെന്റഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആണ് ഇനി അങ്ങോട്ട് എന്താണെങ്കിലും. അതായത് അത് ഞാൻ ഇന്നലെ ഈ ഇടയ്ക്ക് ഇൻഡസ്ട്രി കയറിയ ഒരാളോട് പറഞ്ഞു, ഇനി കുറെ കഴിയുമ്പോൾ നീയും ഒരു 5 സോഫ്റ്റ്വെയർ ഏജൻസി ഉണ്ടാവുള്ളൂ, ഒരു ടീം, ആ സിസ്റ്റം മുഴുവൻ കോസ്റ്റ് അഫോർഡബിൾ ആവണമെങ്കിൽ അവസാനം ടോക്കൺസിന് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിനേക്കാൾ കൂടുതൽ ആശ്രയിക്കേണ്ടി വരും. ഉണ്ട്. ഇല്ല വെറുതെ മറ്റേതുപോലെ കമ്പ്യൂട്ടേഷൻ ഓഫ്ലോഡ് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. കമ്പ്യൂട്ടർ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ സെർവറിൽ കമ്പ്യൂട്ട് ചെയ്യുന്നതിന് പകരം നമുക്ക് വർക്കറിനെ ഉണ്ടാക്കിയിട്ട് വർക്കറിൽ കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ആലോചിച്ച. അല്ല അതാണ് മറ്റേ ഏജൻസിനെ നമ്മള് കൊടുക്കുന്നത്. പക്ഷെ അവിടെ ഇതുണ്ട്, സെർവറിൽ ഓടിയില്ലെങ്കിൽ വേറെ സെർവറിൽ ഓടണം. അല്ല ഇതിപ്പോ എന്താണെന്നറിയാവോ, ഈ നെറ്റ്വർക്ക്സും ക്ലൗഡിൽ ഓടണം, നമ്മുടെ അപ്ലിക്കേഷൻസും അജയിലാവണമെങ്കിൽ ക്ലൗഡിൽ തന്നെ ഓടണം അല്ലേ? ഇപ്പൊ ഈ AI എഞ്ചിനീയേഴ്സിന്റെ അത് എങ്ങനെ പോകും? കമ്പനീസിൽ ഇപ്പൊ കുറെ പേരെടുത്തിട്ടില്ലേ? അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ AI എഞ്ചിനീയറിംഗ് ഫൗണ്ടേഷൻ മോഡൽസ് ഏതെങ്കിലും ഇതിപ്പോ ഇങ്ങനെ എന്താ പറയാ പയനിയറിംഗ് ആയിട്ടുള്ള കമ്പനീസോ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് പൈസ ഇടാതെ അങ്ങനത്തെ കമ്പനീസ്, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ മെയിൻ റിസർച്ച് നടന്നുകൊണ്ട് ഒരു 10-15 കമ്പനി കുറച്ച് യൂണിവേഴ്സിറ്റീസിലൊക്കെ കയറി, അതും കമ്പനി സ്പോൺസേർഡ് ആയിട്ടുള്ള. ഇപ്പോ സ്മോൾ ഇനിഷ്യേറ്റീവ്സ് ഒക്കെ നടക്കും. ലാർജ് ലാംഗ്വേജ് മോഡലിലെ ഓപ്പൺ സോഴ്സ് മോഡൽ എടുത്തിട്ട് അതിന്റെ മുകളിൽ
ട്രെയിൻ ചെയ്യും, അതൊക്കെ നടക്കും. പക്ഷെ ഒരു AI എഞ്ചിനീയറിംഗ് ആ ലെവലില് ഇമ്മീഡിയറ്റ്ലി നടക്കുമെന്ന് തോന്നുന്നില്ല. മനസ്സിലായില്ലേ? അല്ല, AI ഓഗ്മെന്റഡ് സിസ്റ്റംസ് വേണ്ട സ്ഥലത്താണല്ലോ അത്. ഏജൻസ് AI ഓഗ്മെന്റഡ് സിസ്റ്റംസ് വേണ്ട സ്ഥലത്താണല്ലോ എന്നത് ഈ അതെ, പറയുന്നത്. അതെ. അപ്പൊ അത് അല്ല, അങ്ങനത്തെ സിസ്റ്റംസ് ഒരുപാട് സ്ഥലത്തൊന്നും ഇല്ലല്ലോ. അതായത് ഈ കൺവെൻഷണൽ സിസ്റ്റംസ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സ്ഥലമുണ്ട്. രണ്ടായിട്ട് കാണേണ്ടി വരും. അതായത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ലൈഫ് സൈക്കിളിൽ ഇത് ഭാഗമാവുന്നതും പിന്നെ AI ഇനേബിൾഡ് സിസ്റ്റംസ് അല്ലെങ്കിൽ AI ഓഗ്മെന്റഡ് സിസ്റ്റംസ് വരുന്നതും ഉണ്ട്. അപ്പൊ AI ഓഗ്മെന്റഡ് സിസ്റ്റംസ് അധികം സ്ഥലത്തൊന്നും ഇല്ല ഇപ്പോഴും. അല്ല, പക്ഷേ ഞാൻ പറയട്ടെ, ഇപ്പൊ പലരും പറഞ്ഞ വെച്ചാല് ഇപ്പയുള്ള സ്ഥലത്ത് AI ആഡ് ചെയ്തിട്ട് വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല. AI ഗ്രൗണ്ട് അപ്പ് ചെയ്യുന്ന AI ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുള്ള ഒരു ന്യൂ സെറ്റ് ഓഫ് ബിസിനസ് മോഡൽസ് വരുമെന്നാ പറയണേ. അതെ അതെ. അല്ലാണ്ട് ഇപ്പൊ നമ്മുടെ പ്രൊഡക്റ്റിന് AI ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു മീ ടു പ്രൊഡക്റ്റിനൊന്നും വലിയ. അതെ അതെ അതെ. അല്ലാതെ പറഞ്ഞു, അതായത് അതാണ് കൺവെൻഷണൽ സിസ്റ്റംസ് കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. അല്ല, ഇപ്പൊ കൺവെൻഷണൽ സിസ്റ്റത്തില് ഇപ്പൊ ഞാൻ പറയട്ടെ, ഈ മറ്റേ പ്രൊഡക്ടിവിറ്റി ഓഗ്മെന്റേഷനെ നടക്കാൻ പോകുന്നുള്ളൂ. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാല് ഉള്ള ആൾക്കാർ പ്രൊഡക്റ്റീവായിട്ട് പുതിയ സെറ്റ് ഓഫ് ആൾക്കാർ ഇപ്പൊ ചിലപ്പോ ഒരു 20 to 30% ആൾക്കാരെയൊക്കെ കുറയ്ക്കാൻ പറ്റും ചിലപ്പോൾ. ഏത് കൺവെൻഷണൽ സോഫ്റ്റ്വെയറിൽ. ഇനിയിപ്പോ പുതിയ സിസ്റ്റംസ് പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ഫോർ എവറിത്തിങ് നമുക്ക് ഓപ്പൺ AIയോ ഇങ്ങനത്തെ ഫൗണ്ടേഷൻ മോഡൽസിനെ ക്വയർ ചെയ്യാൻ പറ്റൂല്ലോ, കോസ്റ്റ് ഇൻവോൾവ് ആണല്ലോ. അപ്പൊ ഇപ്പൊ ലോക്കൽ ലെവലിൽ കുറെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കി വെക്കാം ആൾക്കാർ. മനസ്സിലായില്ലേ? ഒരു ഓർക്കസ്ട്രേഷൻ ലെയർ മാതിരി വരിക മാതിരി. അതായത് ഇപ്പൊ മിക്ക സ്ഥലത്തും ഒരു വൺസ് ഈ ഒരു ഫിക്സ്ഡ് പ്രോംപ്റ്റിനെ ചുറ്റിപ്പറ്റിയിട്ടായിരിക്കും മിക്കവാറും ഫീച്ചേഴ്സ് ഒക്കെ വരിക ഇത് ചെയ്യണമെങ്കിൽ. മനസ്സിലായില്ലേ? ഒരു ചാറ്റിംഗ് സിസ്റ്റം അല്ല ആൾക്കാർ എക്സ്പെക്ട് ചെയ്യുന്നത്. അതായത് ഒരു പർട്ടിക്കുലർ റിസൾട്ട് കിട്ടുന്ന സിസ്റ്റം ആണല്ലോ. അതെ. ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അതായത് ഈ കമ്പനീസ് അവരുടെ സോഴ്സും കാര്യങ്ങളും ഒക്കെ പുറത്തോട്ട് കൊടുക്കാൻ സമ്മതിക്കില്ലല്ലോ. ഇവിടെയാണ് ഇവിടെയാണ് $1 million ക്വസ്റ്റ്യൻ വരുന്നത്. ക്യാൻ കമ്പനി സപ്പോർട്ട് ഇറ്റ്? ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പൊ ഒരു AI ഏജന്റ് ഇന്റർനെറ്റിൽ നിന്ന് സാമ്പിൾ ചെയ്തിട്ട് സോഴ്സ് കോഡ് കൊണ്ടുവരുന്നത് ഒരു കമ്പനിയുടെ റെപ്പോയിലും കൂടി ട്രെയിൻ ചെയ്ത മോഡലാണെങ്കിൽ ആ റെപ്പോന്ന് ട്രെയിൻ ചെയ്ത മോഡലിന്റെ തത്തുല്യമായ കോഡല്ല ജനറേറ്റ് ചെയ്യണ്ടേ? അതെ. അപ്പോ ഈ ഓപ്പൺ സോഴ്സ് മോഡലില്ലേ, ഓലാമയോ അങ്ങനെയുള്ള സാധനത്തിന്റെ മുകളിലൊക്കെ ലോക്കൽ സൊല്യൂഷൻ കമ്പനിയുടെ പ്രൊമൈസിലോ കമ്പനി ഓൺഡ് ക്ലൗഡ് അക്കൗണ്ട്സിലോ കസ്റ്റം സൊല്യൂഷൻസ് ഓടിക്കേണ്ടി വരും. അതിനെയാണ് നമ്മൾ AI എഞ്ചിനീയറിംഗ് വിളിക്കേണ്ടത്. അല്ല, പക്ഷേ ഫീസിബിൾ അല്ലല്ലോ, ഇമ്പോസിബിൾ അത് ആണ്. ഫീസിബിൾ അല്ലാന്നാണ് ഞാൻ പറയുന്നത്. പക്ഷെ ഇപ്പൊ അടുത്ത ലെയർ കമ്പനികൾക്ക് ഫീസിബിൾ ആവുമല്ലോ. ഇപ്പൊ റിലയൻസ്, എയർടെൽ അവർക്കൊക്കെ ഫീസിബിൾ ആയിരിക്കുമല്ലോ അത് സ്കെയിലിൽ ബിസിനസ് ചെയ്യുമ്പോൾ. പക്ഷേ ഡിസ്ട്രിബ്യൂഷൻ ലേണിംഗിൽ എന്ത് അഡ്വാൻറ്റേജ് കിട്ടാനാണെന്നുള്ളതാണ്. അതായത് അവിടുത്തെ സ്പെസിഫിക് കോഡിംഗ് പാറ്റേൺസ് ഒക്കെ ഉണ്ടാവും, അവിടുത്തെ സ്പെസിഫിക് കൺസെപ്ച്വൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും കോഡായി മാറിയിട്ടുള്ളത്. ഇപ്പൊ എന്റെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഇന്റർനെറ്റിൽ നിന്ന് നെക്സ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പോ അവർ കൊണ്ടുവരുന്ന കോഡ് ട്വീക്ക് ചെയ്യാനുള്ള നോളജ് വേണമല്ലോ ഡെവലപ്പേഴ്സിന്. ജനറേറ്റ് ചെയ്ത് കിട്ടും. അല്ല, അത് പ്രോംപ്റ്റിൽ കൺസ്ട്രെയിൻ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അത് ശരിയട്ടെ. ഇപ്പൊ Java 22 and above എന്ന് കൊടുത്താലേ മറ്റേ ആൾജിബ്രായിക് ഡാറ്റ ടൈപ്പ് ഒക്കെ വരുന്നുള്ളൂ. മനസ്സിലായോ? അല്ല, ഇപ്പൊ ഞാൻ പറയട്ടെ,
AI has to be democratized in order to get adoption. പക്ഷേ AI ഡെമോക്രറ്റൈസ് ചെയ്യാനുള്ള ഇപ്പൊ ഈ ഒരു ബ്രൂട്ട് ഫോഴ്സ് മെത്തേഡ് ആയതുകൊണ്ട് കമ്പ്യൂട്ട് മെമ്മറി ഇന്റൻസീവ് ആയതുകൊണ്ട് ഒരു ഫിസിക്കൽ ലിമിറ്റ് ഉണ്ട് അവിടെ. ബജറ്ററി കൺസ്ട്രെയിൻസും കൂടി വരുമ്പോ റീറ്റെയിൽ ഇപ്പൊ ഞാൻ ഒരു റീറ്റെയിൽ സൊല്യൂഷനിലെ ഇടുന്ന കാര്യം പറയട്ടെ, റീറ്റെയിൽ ഡിവൈസസ് ഒക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ഇടുന്നത് ഇനിയും ഫർദർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നണേ. അത് ഓട്ടോമാറ്റിക് സയന്റിസ്റ്റ് ഒക്കെ ഉണ്ടാവോ? സയന്റിസ്റ്റ് ഉണ്ടാവില്ല. ഹ്യൂമൻ സുബ്രാവു പറയുന്നുണ്ട് എവിടെയോ, മറ്റേ നോളജ് ക്ലോഷറിനകത്ത് ഇതിനെ ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അതല്ല, ആ KRS ഉണ്ടാക്കിയ ആളല്ലേ ഫ്രാൻസ്വാ ഷോലെ, അയാള് ഇതിനെ കുറിച്ച് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ 2 തരം ഇന്റലിജൻസ് ഉണ്ട്. ഒന്ന് വാല്യൂ ഓർ പോയിന്റ് ഇന്റലിജൻസ്, അത് സിസ്റ്റം 1 തിങ്കിങ്ങിനെ കാണിക്കുന്ന. 2 സിസ്റ്റം 2നെ തിങ്കിക്കുന്ന സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് റീസണിങ് അല്ലെങ്കിൽ ഒരു പ്രോസസ് റീസണിങ് ഉണ്ട്. അപ്പോൾ ന്യൂറൽ നെറ്റ്വർക്ക് ഈസ് ഗുഡ് അറ്റ് വാല്യൂ ബേസ്ഡ് റീസണിങ് ഓർ പോയിന്റ് റീസണിങ്. റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് പ്രോഗ്രാം സെർച്ചിനും കൊള്ളാം. അപ്പൊ അങ്ങനെയാണ് അവര് അയാളുടെ ക്ലാസിഫിക്കേഷൻ. അയാൾ അതിനു വേണ്ടി RKGA എന്ന് പറഞ്ഞിട്ട് ബെഞ്ച് മാർക്ക് ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. വിച്ച് 34% ആയിരുന്നു ഇത്ര നാളെ ഹയർ സ്കോർ. ഏതൊരു നെറ്റ്വർക്ക് 51% ആക്കിയിട്ടുണ്ടെന്ന് പറയണേ. അല്ല പക്ഷെ ആർക്ക് 2 വന്നു കഴിഞ്ഞപ്പോ അടിച്ചു പോയി. ഒന്നുമില്ല. അല്ല മറ്റേ ഈ കെപ്ലർ വേഴ്സസ് ന്യൂട്ടണിലെ ഈ ഒരു ഓർഡർഡ് പെയർ 1 1 2 4 3 9, ഇപ്പൊ 4 ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ 69 അവിടെ ആൻസർ വരേണ്ടത്. അപ്പൊ ലേൺ ചെയ്യേണ്ട ഫംഗ്ഷൻ y = x² ആണെങ്കിലും അവര് വേറെ ഒന്നും ഉണ്ടാക്കിയാൽ ലേൺ ചെയ്തേ, ബട്ട് ദേ സ്റ്റിൽ പ്രൊഡ്യൂസ് ദ കറക്റ്റ് റിസൾട്ട്. അതൊരു വലിയ റോളാണ് അത്. അല്ല ഇനിയിപ്പോ ചിലപ്പോ മറ്റേ ഓണ്ടോളജി പ്രൊജക്ട് ഒക്കെ ചിലപ്പോ റിവൈവ് ചെയ്യും സാറേ ഇതില്. സിക്ക് ഒക്കെ അല്ലെ, CYC. അതെ അതെ അതെ. കാരണം ഹ്യൂമന്റെ നോളജ് മറ്റേ അങ്ങനെ എൻകോഡ് ചെയ്ത് തന്നെ കൊടുക്കാൻ പറ്റുമെങ്കിൽ കുറെ ഇപ്പൊ മാത്സ് ഒക്കെ അങ്ങനെ റീസൺ ചെയ്യാമല്ലോ. അല്ലെ മറ്റേ വോൾഫ്രാമിന്റെ എന്തോ പ്രൊജക്ട് ഒക്കെ ഉണ്ടായിരുന്നല്ലോ ഇതിലോട്ട് പ്ലഗ് ചെയ്യുന്നത്. അതെ അതെ ടൂൾ യൂസേജിലോ വരുന്നതെന്ന് തോന്നുന്നുണ്ട്. മാത്സ് അല്ല ഇപ്പൊ ഐഡന്റിഫൈ ചെയ്തിട്ട് ടൂൾ യൂസിന് ഇവരെ വിളിക്കും. അല്ല ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, അതായത് ഈ ഫണ്ടമെന്റലി ഇപ്പൊ ഈ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എല്ലാം വന്നാലും ഏകദേശം ഒക്കെ സെയിം പരിപാടി തന്നെയാ. അല്ല ഈ അപ്പൊ അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ DSL ശരിക്കും വരുന്നല്ലോ. അതായത് ഇപ്പോ ഈ സാധനം സ്പെസിഫിക് ഇപ്പൊ ഫിസിക്സിന്റെ ഒരു സ്പെസിഫിക് സിമുലേഷൻ ഒക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരാ ആ DSL ഒരു, അതായത് കുറെ മിനി ലാംഗ്വേജ് ഉണ്ടായിരിക്കും ചിലപ്പോ വോൾഫ്രാമിലോട്ട് പ്രൊജക്ട് ചെയ്യാൻ. അതെ അതെ, മിനി ലാംഗ്വേജ് പ്രൊലിഫറേഷൻ ഉണ്ടാവും ഈച്ച് ഡൊമൈനിന്. അതും ഈച്ച് നെറ്റ്വർക്കിന് വേറെ ആയിരിക്കും. ചിലത് ലാംഗ്വേജ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇപ്പോ കമാൻഡ് സ്ട്രക്ചർ JSON സ്ട്രക്ചർ എമിറ്റ് ചെയ്യാനായിരിക്കും. അതെ അതെ. അതാണ് അതിനകത്ത് പോയിട്ട് ഡെവോപ്സ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടി അല്ലല്ല, ശ്രദ്ധിച്ച അൾട്ടിമേറ്റ്ലി ലോടെക് വർക്ക് സ്റ്റിൽ പ്രിവെയിൽസ്. അതായത് പണ്ട് എനിക്കൊരു തിയറി ഉണ്ടായിരുന്നു, എവറി സോഫ്റ്റ്വെയർ ഡെവലപ്പർ ഹൗ മച്ച് അവർ കേപ്പബിൾ ഹി ഈസ്, ഫൈനലി ഹി വിൽ ബിക്കം എ നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേറ്റർ എന്ന്. ശരിയല്ലേ?
അത് അപ്പൊ എങ്ങനെ എന്താ പറയാ, ഈ ഹൈപ്പ് നിക്കണ മട്ടില്ല. പ്രോഗ്രാമേഴ്സിന് ബസ് മാസ്റ്ററിന് വരം കൊടുക്കാനാണ് എന്റെ ഒരു ടേക്ക്. അല്ല പക്ഷേ ഇതല്ലേ ശരിക്കും, അതായത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ഈസ് ഹിയർ ടു സ്റ്റേ എന്നുള്ളതാണ്. ഡെവലപ്മെൻറ്റ് ഓഗ്മെൻറ്റഡ് ആവും ഡെഫിനറ്റ്ലി, പ്രോസസ്സ് മാറുന്നില്ല. പിന്നെ നോൺ ടെക്നിക്കൽ ആൾക്കാർക്ക് ഇനി സ്ഥാനമില്ല ഇൻഡസ്ട്രിയിൽ. അതൊരു 2015 മുതലുള്ള ട്രെൻഡാണ് അത്. അതായത് മാനേജേഴ്സ് എല്ലാവരും അപ് സ്കിൽ ചെയ്യണം, റീസ്കിൽ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അത് മറ്റേ ഈ കോഷൽ റീസണിംഗ് ഉള്ള ലോസ് ഉണ്ടല്ലോ. ഇപ്പൊ ന്യൂട്ടന്റെ ഇപ്പൊ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു m1 into m2 by alpha square. ഇത് ഇൻവേഴ്സ് ഓഫ് ദി സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം എന്നുള്ളത്. അത് അതിന്റെ ഡാറ്റ ഇവർക്ക് ഇട്ട് കൊടുത്തിട്ട് അവർ കറക്റ്റ് ആയിട്ടൊന്നും ഇൻഫർ ചെയ്തേ. സയന്റിസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളത് തീരുമാനമായല്ലോ. അതാണ് അങ്ങനെയല്ല ഇതിന്റെ ലേണിംഗ് പൊട്ടൻഷ്യൽ എങ്ങനെ അതിനൊക്കെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. കാരണം രണ്ട് രീതിയിലുണ്ട്. അതായത് ഒന്ന് ലെവല് കൂട്ടുക, അതായത് വി ഷുഡ് ഷൂട്ട് ഫോർ ഗ്രേറ്റ് PhD സ്റ്റഫ് നോളജ് ഇൻ ലോട്ട് ഓഫ് സബ്ജക്ട്സ്, ഗൈഡഡ് ആയിട്ട് പഠിച്ച് ലെവൽ ഉയർത്തുക. അല്ലെങ്കിൽ റീച്ച് കൂട്ടുക, അതായത് അറ്റ് എ ഗിവൺ ലെവൽ കൂടുതൽ കപ്പാസിറ്റി ഉണ്ടാക്കുക. അതായത് ഒന്നിലും കേപ്പബിലിറ്റി കൂട്ടുക അല്ലെങ്കിൽ കപ്പാസിറ്റി ഉണ്ടാക്കുക. അപ്പോ അപ്പൊ അതാണ് രണ്ടിത്. അപ്പൊ അതിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, ഈ നോളജ് ലെവല് കൂട്ടാനുള്ള കപ്പാസിറ്റി ആൾക്കാർ എന്താ പറയാ ടേപ്പ് ചെയ്യണ്ടോന്ന് ഒരു ഡൗട്ട് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറേറ്റീവ് AI അല്ലെങ്കിൽ അസിസ്റ്റഡ് കോഡിങ് അല്ലെങ്കിൽ ChatGPT ഡ്രിവൺ ഡെവലപ്മെന്റ് നടത്തുന്നവർക്ക് പഴയ ബൈൻഡിങ് ഇല്ല കോഡായിട്ട്. അവിടെ ഇവിടെയൊക്കെ ആൾക്കാര് മറ്റേ എന്താ പറയാ ഈ വൈബ് കോഡിങ് എന്താ പറയാ മര്യാദക്ക് കോഡ് ചെയ്യാൻ അറിയാവുന്നവര് ഡെലിബറേറ്റ്ലി ചെയ്യേണ്ട കാര്യമാണ് വൈബ് കോഡിങ് ടു ആക്സലറേഷൻ. അല്ലാണ്ട് എന്താ പറയാ പ്രോഗ്രാം ചെയ്യാൻ അറിയാത്തതുകൊണ്ട് ചെയ്യേണ്ട കാര്യമല്ല അത്. കോഡ് ചെയ്യാൻ അറിയുന്നവര് വൈബ് കോഡ് ചെയ്യൂ. അങ്ങനെയല്ല, ടെമ്പർമെന്റലി ചെയ്യില്ല. പക്ഷെ എങ്കിലും നിങ്ങൾക്ക് ടൈം ടു മാർക്കറ്റ് ഷോർട്ടൻ ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടി വരില്ലേ? ഓക്കെ, അത് പറയണ അസംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജനറേറ്റ് ചെയ്ത് കിട്ടുന്ന കോഡ് ഫെയർലി ഗുഡ് ആയിരിക്കും എന്നുള്ള രീതിയിലാണ്. അല്ല, പക്ഷെ അത് ഞാൻ പറയട്ടെ, നിങ്ങക്ക് ബോയിലർ പ്ലേറ്റ് ജനറേറ്റ് ചെയ്തെടുക്കാം. ഈ നിങ്ങൾക്ക് ഇപ്പൊ അതിന്റെ മീറ്റ് ഉണ്ടല്ലോ, അതായത് വാട്ട് ഹാസ് ടു ബി ഡൺ എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ഒരു വെറുതെ സെർച്ച് ചെയ്തെടുക്കാൻ പറ്റുമോ? അല്ല, ഇത് അത് ജനറേറ്റ് ചെയ്ത് തന്നെ റേഴ്സ് ഫിക്സ് ചെയ്യണം എന്നുള്ളൊരു ഇതുണ്ടല്ലോ. അതൊരു ഇപ്പൊ ടൈം ടു മാർക്കറ്റ് ഷോർട്ട് ആണെങ്കിൽ അതിന്റെ എറേഴ്സ് തലതല്ലാൻ ആള് ടൈം വേസ്റ്റ് ചെയ്യുന്നുള്ളതാണ് ചോദ്യം. അതിപ്പോ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഡിമാൻഡ് ചെയ്യണതിനനുസരിച്ചിരിക്കും. ഇപ്പൊ ഞാനിപ്പോ എല്ലാ സ്ഥലത്തും കാണുന്നത് എന്തെങ്കിലും AI ഇനിഷ്യേറ്റീവ് നടക്കുന്നത് ഞാൻ മോഡേൺ എന്ന് കാണിക്കാൻ വേണ്ടി ആഡ് ചെയ്യുന്നുള്ള കുറച്ച് ഇനിഷ്യേറ്റീവ്സാ. ചില കമ്പനികൾ യൂസേജ് മെഷർ ചെയ്യാണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ, AI ടൂൾസിന്റെ. ആരാ പറഞ്ഞറിയില്ല, പക്ഷെ മെഷർ ചെയ്യാൻ പറ്റില്ലെന്നേ മര്യാദക്ക്, അതാണ് പ്രശ്നം. ഇപ്പൊ കോപ്പൈലറ്റിലൊക്കെ വന്നിട്ടുണ്ട്.
അവര് അത് എന്ത് ബേസിലാണെന്ന് അറിയില്ല അവര് കാണിക്കണത്. പക്ഷെ സംഭവം എടുക്കുന്നുണ്ട്. യൂസേജ് ആണോ എന്റെയൊക്കെ 0 ആണോ അപ്പൊ അറിയില്ല. അപ്പൊ ഇതിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഇപ്പൊ ഉള്ള ഒരേ ഒരു വഴി എന്ന് വെച്ച് കഴിഞ്ഞാല് വയബിൾ അല്ലാന്ന് ചൈന പറയണം. അങ്ങനെയല്ല, ഇത് ഒരു ഇപ്പൊ ഹൂ വിൽ ബെൽ ദ കാറ്റ് എന്നുള്ളൊരു ഇഷ്യൂ ഉണ്ട് ഇതില്, മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ഇപ്പൊ നമ്മൾ ഇന്ന് ഇത് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ മോഡലുകളൊന്നും അത്ര പവർഫുൾ അല്ല. ന്യൂറൽ നെറ്റ്വർക്കിന് എക്സ്പ്ലനേറ്ററി പവറിന്റെ കുഴപ്പമുണ്ട്. ഇനിയിപ്പോ സിംബോളിക് റീസണിങ് തന്നെ ഒരുതരം ഗൈഡഡ് പ്രോഗ്രാമിംഗ് സെർച്ച് ആണ് വിത്ത് കൺസ്ട്രെയിൻസ്. നെറ്റ്വർക്ക് കൺവേർജ് ചെയ്യണമെന്നില്ല. പിന്നെ സൊഫിസ്റ്റിക്കേറ്റഡ് ടെക്നിക്സ് ഉപയോഗിച്ചില്ലെങ്കിൽ കാറ്റാസ്ട്രോഫിക് ഫോർഗെറ്റിങ്ങും ഹലൂസിനേഷൻ ഒക്കെ കൂടും. വാട്ട് വർക്ക്ഡ് യെസ്റ്റർഡേ നീഡ് നോട്ട് വർക്ക് ടുഡേ, മനസ്സിലായോ? അതാണ് ഈ മോഡലുകളുടെ എല്ലാത്തിന്റെയും ഒരു പ്രോബ്ലം. ഈവൻ റീസണിങ് മോഡൽ പോലും ഒരു ഒറാക്കിൾ നെറ്റ്വർക്കോ അല്ലെങ്കിൽ ഒരു റെഫറൻസ് നെറ്റ്വർക്കിന് വെച്ചിട്ട് അതിൽ നിന്നുള്ള ഡൈവർജൻസ് വെച്ചിട്ടാണ് ചെയ്യണത്. അപ്പൊ ഇന്നലെ ചെറുതായിട്ട് സംസാരിച്ചപ്പോഴാണ് അത് മാസ്കിംഗ് ആയിരിക്കാം അല്ലെങ്കിൽ മിക്സർ ഓഫ് എക്സ്പെർട്സ് വെച്ചിട്ട് ചെയ്യണായിരിക്കാം. അതാണ് അങ്ങനെയല്ല. ഇപ്പൊ നമ്മള് ഇപ്പോ ലാലിപ്പോ ഒരു 15 years, ഇപ്പൊ ഞാനൊരു 30 years, ഇപ്പൊ ചരിത്രം ഏകദേശം 12 years കണ്ടിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിലെ എൻവയോൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ധാരണയുണ്ട്. അത് ഭയങ്കര ഓവർനൈറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കോപ്പ് അപ്പ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, വി നീഡ് ടു അഡാപ്റ്റ്, ഡൗട്ടൊന്നുമില്ല. പക്ഷെ നാച്ചുറൽ ആയിരിക്കും, റെസിസ്റ്റ് ചെയ്യില്ലേ? പാടായിരിക്കും. ഇത് ആ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ മാനേജ്മെന്റ് സൈഡിൽ നിന്ന് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവില്ലേ? അല്ല, അത് ഉറപ്പാണ്. ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഞാൻ സംസാരിച്ച ടോപ്പിൽ ഇരിക്കുന്ന ആള് ഇപ്പൊ അതായത് ഇപ്പൊ ഡയറക്ടേഴ്സ് ഓഫ് ഡിവിഷൻസ്, പിന്നെ പ്രൊഡക്ട് മാനേജേഴ്സ്, ലൈൻ മാനേജേഴ്സ് ഇല്ലേ, പ്രൊഡക്ട് ലൈൻ മാനേജേഴ്സ്, അവരൊക്കെ ആൾറെഡി ഞങ്ങൾക്ക് ഒരു പ്രോസസ്സ് മറ്റേതുണ്ട്. ഇപ്പൊ നമുക്ക് അൺലെസ് നമ്മുടെ മാനേജ്മെന്റ് പറയാതെ നമുക്ക് ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അല്ലെ, അല്ല അതൊരു ആസ് പീപ്പിൾ ഏജ് ഇതൊരു ലൈവ്ലിഹുഡിന്റെ മാറ്റർ ആണെന്ന് കാണുമ്പോ നമുക്ക് പഴയ അഗ്രഷൻ ഉണ്ടാവില്ല. ഒരു വലിയ പ്രശ്നം. ഇപ്പൊ കുറച്ച് റിസർച്ച് നടത്താനുള്ളത് ഈ മറ്റേ മോഡൽ സ്പെക്കിലാണ് ശരത്തെ. ഈ ഓപ്പൺ ചെയ്യാതെ ഒരു സ്പെക്ക് കൊണ്ടുവന്നെന്ന് പറയണേ. സിസ്റ്റംസ് ഡിസ്ക്രൈബ് ചെയ്യാനേ. അതായത് ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യുന്ന പ്രോജക്റ്റിൽ നിങ്ങൾ ഒരു മോഡൽ സ്പെക് ലെവലല്ലേ ഇപ്പൊ വർക്ക് ചെയ്യുന്നത്? അതെ അതെ അതെ. അപ്പൊ ഞാൻ പറഞ്ഞ വെച്ചാല് ഇപ്പൊ സ്പെക്ക് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ കോഡ് അലൈൻമെന്റ്, അതായത് സ്പെക്കിനനുസരിച്ച് കോഡ് അലൈൻ ചെയ്യണല്ലോ. ഇപ്പൊ പ്രീവിയസ് കോഡും ഈ പിന്നെ ജനറേറ്റ് ചെയ്യുന്ന കോഡും തമ്മിലൊരു പ്രഡിക്റ്റബിൾ ഡെൽറ്റയാണ് ജനറേറ്റ് ചെയ്യണേ. ഇല്ല, കോഡ് ജനറേഷൻ ഉണ്ടെന്ന് ഇല്ലല്ലോ ഞങ്ങൾക്ക്. അങ്ങനെ കോഡ് ജനറേഷൻ ഇല്ല സാറേ. അവിടെ ഹ്യൂമൻസ് ഉണ്ടല്ലോ. അതാണ്. അപ്പം അത് പ്രോഗ്രാമറിൻ്റെ ഉത്തരവാദിത്തമാണ് എപ്പോഴും ആ ഡെൽറ്റ കറക്റ്റ് ചെയ്ത് കീപ്പ് ചെയ്യാന്നുള്ളത്. നമുക്ക് ഇതൊക്കെ കൊടുക്കാം, സ്പെക്കൊക്കെ കൊടുക്കാം, അത് വെച്ചിട്ട് ജനറേറ്റ് ഒക്കെ ചെയ്യിപ്പിക്കാം. അത് കറക്റ്റ് ആണെന്നുള്ളത് എൻഷുർ ചെയ്യപ്പെടണം. അങ്ങനെയല്ല, അക്രോസ് ദ ലാംഗ്വേജ് കൺസിസ്റ്റന്റ് കോഡ് ജനറേറ്റ് ചെയ്യുക. ഈ നെറ്റ്വർക്കിന് വല്ല സ്ക്യൂവേജ് ഉണ്ടോ സർട്ടൺ ലാംഗ്വേജുകളോടോ? അത് കൃത്യമായിട്ട് അറിയില്ല. അതിപ്പോൾ നമ്മൾ ഏതെങ്കിലും
അതായത് മേജർ ലാംഗ്വേജസിനൊക്കെ സഫീഷ്യൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ലേൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് തോന്നണത് ഇതിന്. അതായത് അത്രയും ഡാറ്റ ഉണ്ടായിട്ടുണ്ടെന്നാണ് തോന്നണേ. വല്ല ഏതെങ്കിലും സ്ക്യൂഡ് സാധനമൊക്കെ പോയി നോക്കേണ്ടി വരും, നെറ്റിലൊക്കെ അധികം അവൈലബിൾ അല്ലാത്തത്. പക്ഷെ അതും കണ്ടുപിടിക്കുന്നുണ്ടല്ലോ, DSL കൊടുത്തു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് സെമാൻറ്റിക്സ് എടുത്തിട്ടുണ്ട് ഇവൻ. ഒരു ടു ഗുഡ് ടു ബി ട്രൂ ആണല്ലേ ഇതൊക്കെ ചെയ്തിട്ടും. അത് വലിയ ഇതാണ്. അപ്പൊ നമ്മള് ഇതുമൊക്കെ നമ്മൾ കൈവയ്ക്കാനുള്ള ചാൻസ് ഉണ്ടോ ഈ ഫണ്ടമെന്റൽ ടൂൾസും അടുത്തെങ്ങനെ? ഒരു സാധ്യതയും കാണുന്നില്ല. ഞാൻ സാറ് വല്ല നാട്ടിൽ പോയിട്ട് മറ്റേ ഇന്ത്യ ഗവൺമെന്റിന്റെ വല്ല ഇനീഷ്യേറ്റീവിലൊക്കെ പങ്കെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോ. അതെ അതെ അതെ, അതാണ്. അല്ല പക്ഷെ അണ്ടിൽ ദാറ്റ് ടൈം ഫീൽഡിലുള്ള ചേഞ്ചസും മറ്റേ പേപ്പറും എല്ലാം ട്രാക്ക് ചെയ്യാന്നുള്ളതാണ് ഒരു വഴി. അതല്ല ഇപ്പൊ ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാല്, ഇഫ് ദീസ് കമ്പനീസ് ഡു നോട്ട് വിൻ, ബില്യൺസ് ഓഫ് ഡോളർ കടലിൽ താഴും. ഇവര് വിജയിച്ചാലോ പ്രോഗ്രാമേഴ്സ് കടലിൽ ചാടേണ്ടി വരും. ഔട്ട്സോഴ്സിംഗ് ഇൻഡസ്ട്രീനെ അത് ബാധിക്കുമോ? അല്ല, അതാണ് ഒരു പ്രൊഡക്ടിവിറ്റി എന്നുള്ള. അതായത് ഇവര് ലോങ് ടൈം വിഷൻ ഉണ്ട്, എക്സിക്യൂഷൻ പാത്ത് ഉണ്ട്. അത് അവിടെ ടൈം ഇവർ സ്ക്യൂസ് ചെയ്യാൻ നോക്കുമോ, അതോ റിസോഴ്സിനെ കട്ട് ചെയ്തിട്ട് വിഷൻ അതേപടി കീപ്പ് ചെയ്യാൻ നോക്കുമോ? അതൊരു ഡിഫിക്കൽട്ട് ചോദ്യം. അങ്ങനെയല്ലേ ഏതാ? അപ്പൊ മാർക്കറ്റ് അഡ്വാൻറ്റേജ് ഉള്ള സ്ഥലത്ത് അവരത് ടൈം കട്ട് ഷോർട്ട് ചെയ്യാൻ നോക്കും. അതായത് ന്യൂ എൻട്രൻസ് ടു ദ എക്സിസ്റ്റിംഗ് ഫീൽഡ് അല്ലേ, ക്രിയേറ്റീവ് ഡിസ്ട്രപ്ഷൻ ആൾക്കാര് എൻ്റർ ചെയ്തിട്ട് ഡെഫിനറ്റ്ലി അത് എന്താ പറയാ ഡിസ്ട്രപ്റ്റ് ചെയ്യാൻ ശ്രമിക്കും എന്നുള്ളതിന് ഒരു ഡൗട്ടും ഇല്ല. അപ്പോ മൊമെന്റം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും. അതെ, അപ്പോൾ റിസോഴ്സ് അപ്പോൾ സെയിം പാരാമീറ്റേഴ്സ് സ്റ്റിൽ ഹോൾഡ് ചെയ്യും. റിസോഴ്സിനെ ഇമ്മീഡിയറ്റ്ലി എടുക്കേണ്ടി വരും, സർവീസ് കമ്പനീസ് വേണ്ടി വരും. അതല്ലേ ഇപ്പൊ ഈ മോഡൽ കോണ്ടെക്സ്റ്റ് പ്രോട്ടോകോൾ ഒക്കെ ഇതിൽ എങ്ങനെ ഫിറ്റ് ചെയ്യും? മോഡൽ അത് രണ്ട് സ്ഥലത്തും വരുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത്. മറ്റേ ഇപ്പോൾ AI ഓഗ്മെൻറ്റഡ് SDLCയും സിസ്റ്റംസിലും നമുക്ക് ചെയ്യാം. അപ്പോൾ മറ്റേടത്ത് സിസ്റ്റം ഡിസൈനിൻ്റെ ഭാഗമാണ്, ഇപ്പുറത്തെ ഡെവലപ്പേഴ്സ് എങ്ങനെ കോൺഫിഗർ ചെയ്യുന്നു എന്നുള്ള തലത്തിലാണ് അത് വരുന്നത് ഏജൻസിന്. രണ്ട് സ്ഥലത്തും കസ്റ്റം ഏജന്റ് ഡെവലപ്മെന്റ് സ്കോപ്പ് ഉണ്ട്. അതല്ലേ ഏജന്റിന് ഒരു ടാക്സോണമി കേട്ടോ, 5 തരം ഏജന്റ് ഉണ്ടെന്നൊക്കെ. നമ്മൾ അതൊന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. ഇപ്പൊ ഞാൻ പറയുന്ന പോയിന്റ് എന്ന് വെച്ചാൽ, സിൻസ് വി ആർ നോട്ട് പാർട്ട് ഓഫ് ദിസ് ഗ്രേറ്റ് റെവല്യൂഷൻ ബിക്കോസ് ഓഫ് ഹാർഡ്വെയർ റിസോഴ്സസ്, ഈ പരമാവധി സ്കീമാറ്റിക് റീസണിങ്ങും മോഡൽസും ഇതിന്റെ ഇപ്പൊ ഗൈഡഡ് പ്രോഗ്രാം സെർച്ച്, അതിന്റെ ലിമിറ്റ് എന്താണ് വാല്യൂ ബേസ്ഡ് ലേണിംഗ്, സിസ്റ്റം വൺ തിങ്കിങ്ങും ഇപ്പൊ എന്താ പറയാ പോളിനോമിയലില് മറ്റേ എന്താ പറയാ ഫിറ്റ് ചെയ്യുന്നത് ഡാറ്റ ജനറേറ്റ് ചെയ്യാൻ. അതുകൊണ്ട് സ്റ്റോക്കാസ്റ്റിക് ഗ്രേഡിയന്റ് ഡിസെന്റ് അവിടെ വർക്ക് ചെയ്യും. എന്ന സ്ഥാനത്ത് ആ ടൈപ്പ് മെത്തേഡ് മറ്റേ പ്രോസസ് റീസണിങ്ങിൽ, ചെയിൻ ഓഫ് തോട്ട് റീസണിങ്ങിൽ പറ്റില്ല. പിന്നെ ഈ പറയുന്ന കോഷൽ മോഡൽസ് ഉണ്ടാക്കാനുള്ള ലിമിറ്റ്,
പിന്നെ നെറ്റ്വർക്ക് ഈ ഇപ്പൊ എന്താണ് വെയിറ്റ് ലോസ് എങ്ങനെ, അല്ലെങ്കിൽ കാറ്റസ്ട്രോഫിക് ഫോർഗറ്റിംഗ് എങ്ങനെ ഒഴിവാക്കാം. അപ്പൊ അങ്ങനത്തെ മിക്സർ ഓഫ് എക്സ്പേർട്സ് എന്താണ്, ഇതിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽസ് ഉണ്ടാക്കിയാലേ നമുക്ക് മോഡൽ ട്രെയിൻ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, നമ്മളിപ്പോ ഓരോ മോഡൽസിനും അതിൻ്റെതായ സ്ട്രെങ്ത് ഒക്കെ ഉണ്ടല്ലോ. മോഡൽ സെലക്ഷനിലൊക്കെ ഈ നോളജ് ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇനി അപ്പൊ എങ്ങനെയായിരിക്കും സെലക്ഷൻ ക്രൈറ്റീരിയ? നമ്പർ ഓഫ് AI ടൂൾസ് ഏജൻസ് ഉപയോഗിക്കാൻ അറിയാവുന്ന ആളെ വെച്ചിട്ടായിരിക്കും. ഇപ്പോൾ മറ്റേ നമ്മുടെ ഇത് തുടങ്ങുന്നതിന് മുന്നേ ഇപ്പോൾ ഞാൻ ലിങ്ക്ഡിനിൽ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ മുന്നേ വർക്ക് ചെയ്തൊരു കമ്പനിയുടെ CTOയുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ DSA റൗണ്ട്സ് ഒക്കെ വെച്ചിട്ട് ഭയങ്കര ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഗൂഗിൾ മോഡൽ റെപ്ലിക്കേറ്റ് ചെയ്തിട്ടുള്ള ഇതായിരുന്നു ഇൻ്റർവ്യൂ സ്റ്റൈലൊക്കെ. അപ്പോൾ അല്ല, അതുകൊണ്ട് ആ കമ്പനിക്ക് സ്പെസിഫിക് എനർജി ഉള്ള ആൾക്കാരെ കിട്ടുമായിരുന്നു. അവർ ബിൽഡർ സെൻട്രിക് റിക്രൂട്ട്മെൻറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്ത്, ഫുള്ളി ഷിഫ്റ്റ് ആയില്ലേന്ന് അറിയില്ല, അവരങ്ങനത്തെ ഒരു ഡ്രൈവ് നടത്തി. അതായത് ബിൽഡ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഈ എങ്ങനെ ഫാസ്റ്റ് ആയിട്ട് കോഡിങ്ങും ഒക്കെ ചെയ്ത് അതെ മോഡേൺ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുക, ക്രാഫ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു ക്രാഫ്റ്റ് 4 അവർ ആക്ടിവിറ്റി ആണത്. അതായത് ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആക്യുറസി ബീയിങ് എ കോൺസ്റ്റന്റ്, മറ്റേ AI അസിസ്റ്റഡ് കോഡിംഗ് വിൽ ഗീവ് റിസൾട്ട്. ഇപ്പൊ AI അസിസ്റ്റഡ് കോഡിങ് ആക്യുറസി അല്ലെങ്കിൽ കറക്റ്റ്നെസ് ഇല്ലേ, ഗ്യാരണ്ടീഡ് ആണോ? അല്ല, ഗ്യാരണ്ടീഡ് ആക്കണ്ട. അല്ല, സാറിന്റെ ഒറിജിനൽ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? അതായത് മറ്റേ എങ്ങനെയാണ് ഇത് ആൾക്കാരെ നമ്മൾ സെലക്ട് ചെയ്യാം എന്നുള്ളതല്ലേ. പീപ്പിൾ കമ്പീറ്റ് ടുഗദർ. ഇപ്പൊ 2 ഹ്യൂമൻസ് കമ്പീറ്റ് ചെയ്യണ വരെയല്ലല്ലോ, ഒരു ഹ്യൂമൻ പ്ലസ് ഹിസ് AIs ആൻഡ് അതർ ഹ്യൂമൻ വിത്ത് ഹിസ് AIs. അതെ. അല്ല, അതൊരു ഇൻഡിവിജ്വൽ എപ്പിസ്റ്റമിക് തലത്തിലുണ്ട്, ഒരു ഓർഗനൈസേഷൻ തലത്തിലുണ്ട്. അപ്പോൾ ഓർഗനൈസേഷൻ തലത്തിലാണ് പറയണേ ഇപ്പോൾ. അതായത് അവരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്തായി. അപ്പോൾ ഈ ഒരു ഷിഫ്റ്റ് എക്സ്പെക്ട് ചെയ്തതാണ്. അതായത് എനിവേ DSA ഒരു നല്ല മെഷർ അല്ല, ഒരു എനർജി ലെവൽ ഡിഫറൻസ് ഉണ്ട് കാൻഡിഡേറ്റ്സ് തമ്മിൽ. പക്ഷേ അത് ബിൽഡേഴ്സിലും ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റും നമുക്ക്. അല്ല, എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ ഒരുതരം സ്ലാവിഷ്നെസ് ആണ്. ഡീപ്പ് നമ്മൾ പോയി ചോദിച്ചു കഴിഞ്ഞാൽ ടാസ്ക് ഇത് ചെയ്യാൻ പറ്റും. അതായത് തോട്ട് ആക്ട് ഡിവൈഡ് വെക്കുവാണെങ്കിൽ പണിക്കാരെ കാണാൻ പറ്റും ഇവരെ. അത്ര ഉദ്ദേശമുള്ളൂ ഞാൻ. മറ്റേ പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി തോട്ട് ഈ ഗ്രൂപ്പിൽ നിന്നാണ് സെലക്ഷൻ വരുന്നത് എന്നുള്ളതിൻ്റെ പ്രശ്നമുണ്ട് അവിടെ. അല്ല അപ്പോൾ ബിൽഡർ സൈഡിലോട്ടുള്ള ഷിഫ്റ്റ് വരും എന്നുള്ളതല്ല. അതായത് സിസ്റ്റംസ് ക്രാഫ്റ്റ് ചെയ്യാൻ അറിയണം എന്നുള്ളതാണ് വരാം അവരുടെ പോയിന്റ് ഓഫ് വ്യൂല്, കമ്പനിയുടെ പോയിന്റ് ഓഫ് വ്യൂല്. അതും നടത്തേണ്ടി വരും. ഞാൻ somebody like me, അല്ല അല്ല ഇത് നമ്മുടെ സോഫ്റ്റ്വെയർ ഡെലിവറി സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആൻഡ് ബിലോ ആണല്ലോ ഈ പറയുന്നത്. അപ്പോൾ ടെക് ലീഡ് ആൻഡ് എബവ് എന്തായിരിക്കും, മറ്റേ ടെക്നോളജി ലീഡർഷിപ്പ് ലെവലിലായിരിക്കും എടുക്കുക ആണല്ലേ. ഇപ്പൊ ഞാൻ ഇതിൽ കണ്ടത്, ഞാൻ ഒരു മിനിറ്റ് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. അതായത് ഈ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗിലും കോണ്ടെക്സ്റ്റ് എഞ്ചിനീയറിംഗിലും മോഡൽ സ്പെക്കിലും ഒരു ഗാർബേജ് ഇൻ ഗാർബേജ് ഔട്ട് ഫിനോമിന ഒളിഞ്ഞിരിപ്പുണ്ട്. അതായത് ഇപ്പൊ പ്രോഗ്രാമേഴ്സ് പല ലെവൽസ് ഓഫ് അബ്സ്ട്രാക്ഷനിലാണല്ലോ ചിന്തിക്കുന്നത്. ചെറുതായി അപ്പൊ സീനിയേഴ്സിനെ കുറച്ചുകൂടി അഫക്ട് ചെയ്യുന്നത് മോഡൽ സ്പെക്ക്, കോണ്ടെക്സ്റ്റ് എഞ്ചിനീയറിംഗ്, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ലെവലിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രൊവൈഡഡ് ദേ ആർ ആക്ച്വലി എന്താ പറയാ ജനറേറ്റിംഗ് ഇനിഷ്യൽ സെറ്റ് ഓഫ് കോഡ് ഫോർ എന്താ പറയാ ഡൗൺ സ്ട്രീം പീപ്പിൾ ടു മോഡിഫൈ, എൻഹാൻസ് ഓർ സംതിങ്. ഹലോ, ഒന്നുകൂടെ പറഞ്ഞ ലാസ്റ്റ്. അതായത് ഇപ്പൊ ടെക് ലീഡ് ആൻഡ് ബിലോ നമ്മൾ കണ്ടുപിടിച്ചല്ലോ, ഒരു ത്രൂപുട്ട് അപ്രോച്ച് ഉണ്ടാവും.
ആൻഡ് വി ആർ മേക്കിംഗ് an assumption that accuracy will improve, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സ്റ്റേ കോൺസ്റ്റന്റ്. ആക്യുറസി കുറയുകയാണെങ്കിൽ അല്ലെങ്കിൽ റിലയബിലിറ്റി കുറയുകയാണെങ്കിൽ അവിടെ പൈപ്പ് ലൈൻ വേണ്ടി വരും, അതർ ഹ്യൂമൻ ബീങ്സ് വേണ്ടി വരും, വെരിഫിക്കേഷൻ മെക്കാനിസം ഒക്കെ ട്രിഗർ ചെയ്യാൻ. ഇപ്പൊ തൽക്കാലത്തേക്ക് AI ടൂൾസ് വളരെ കോംപ്രിഹെൻസീവ് ആണ്, കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് നമുക്ക് അസ്യൂം ചെയ്യാം. പിന്നെ ബാക്കിയുള്ളവരുടെ കേസിൽ മോഡൽ സ്പെക്, കോണ്ടെക്സ്റ്റ് എഞ്ചിനീയറിംഗ്, പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് ആണ്. അല്ല സാറേ, അവിടെ തന്നെ ഈ ടെസ്റ്റിംഗ്, ഇപ്പോൾ ലെഫ്റ്റ് ഷിഫ്റ്റ് ടെസ്റ്റിംഗ് എന്നുള്ള സാധനം, അതായത് ഡെവലപ്മെന്റ് ചെയ്യുന്ന ആളായിരിക്കരുത് ടെസ്റ്റ് ചെയ്ത്, അങ്ങനത്തെ സ്പ്ലിറ്റ് കൊണ്ടുവരണം ശരിക്കും. മനസ്സിലായി. അതായത് അല്ലെങ്കിൽ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതെ 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 അതെ. ടോപ്പ് ഡൗൺ തന്നെ ആയിരിക്കും ആക്ടിവിറ്റീസ് മുന്നോട്ട് പോവുക, പക്ഷെ രണ്ട് സൈഡിൽ നിന്ന് വരണം. അങ്ങനെയല്ലേ ഇപ്പൊ ഞാൻ കാണുന്നത് എന്താ പറയുക, ഒരു വൈറ്റ് കോഡിംഗ് ലെയർ, ദേ വിൽ ആക്ച്വലി കുറെ ടെസ്റ്റ് ഒക്കെ ഒരു വെരിഫിക്കേഷൻ സ്യൂട്ട് പാസ്സായിട്ട് ഒരു ഹ്യൂമൻ പൈപ്പ് ലൈൻ ഉണ്ടാവും ഓഫ് സീനിയേഴ്സ് ഒക്കെ ഹൂ വിൽ ഡു സം കൈൻഡ് ഓഫ് സാനിറ്റി ടെസ്റ്റ് ബിഫോർ പുഷിംഗ് സ്റ്റഫ് ടു പ്രൊഡക്ഷൻ. ഞാൻ അങ്ങനെയാ കാണുന്നത് ബിൽഡ് ചെയ്യുന്നത്. പക്ഷെ അത് ടൂ ലേറ്റ് ഇൻ ദ പ്രോസസ് ആണ് അത് ചെയ്ത്. അല്ലല്ല, പക്ഷെ അൾട്ടിമേറ്റ്ലി അതിലോട്ട് ഡീജനറേറ്റ് ചെയ്യുന്ന ഞാൻ പറഞ്ഞു, അല്ലാണ്ട് അല്ല അത് പക്ഷേ ഓർഗിന്റെ വില്ല് അനുസരിച്ചിരിക്കും. അതെ അതെ. അല്ല ഇപ്പൊ മെയിൻ പ്രശ്നം എന്താണെന്ന് അറിയാം, ഇപ്പൊ ഞാൻ ഇപ്പോ somebody who observes software engineering for last 30 years, ടൂൾസ്, പ്രോസസ്സ്, മെത്തഡോളജി, അതാണ് പ്രോഗ്രാമറിന്റെ പരമാവധി ടൈം എടുക്കണേ. ആക്ച്വൽ കോഡിങ്ങോ ആർട്ടിഫാക്ട് പ്രൊഡക്ഷൻ അല്ല. അപ്പോ ആ പാർട്ടൊന്നും ഓട്ടോമേറ്റ് ചെയ്യണില്ലല്ലോ. AI അസിസ്റ്റഡ് കോഡിങ് ആൻഡ് എന്താ പറയാ ഇതിന്റെ ഉള്ളത്. പക്ഷെ കുറച്ച് ഹ്യൂമൻസ് മതി എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവാം അല്ലേ? അതാണ് ആ ഹ്യൂമൻ, അത് എങ്ങനെയാണെന്നുള്ളത്. അല്ല ഇപ്പൊ ഇന്നത്തെ സംസാരത്തിൽ എനിക്ക് മനസ്സിലായി, അതായത് കോഡിങ് അടിയിൽ ആരാണോ ബെറ്റർ ആയിട്ട് ടൂൾസ് ഉപയോഗിക്കുന്നത് അവനായിരിക്കും കിങ്. മറ്റേ പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗും കോണ്ടെക്സ്റ്റ് എഞ്ചിനീയറിംഗും സ്പെക്കൊന്നും സ്കില്ലല്ലോ, അതൊരു വേറെയും കുറെ കാര്യങ്ങളുണ്ടല്ലോ. നോളജ് ഉണ്ട്, മെറ്റാ നോളജ് ഉണ്ട്, ഓണ്ടോളജിക്കൽ കാര്യങ്ങളുണ്ട്, പിന്നെ നെറ്റ്വർക്കിനെ കുറിച്ചുള്ള അവയർനെസ് ഉണ്ട്. എങ്ങനെ ഡിസ്റ്റിൽ ചെയ്തെടുക്കാം, ഡിസ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ന്യൂറൽ നെറ്റ്വർക്കിന്റെ അല്ല, നമുക്ക് ഇൻഫോർമേഷൻ എങ്ങനെ ഡിസ്റ്റിൽ ചെയ്തെടുക്കാം, അതൊരു വേറെ ഗെയിം ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനല്ല, മറ്റേ ഇത് ഈ വൈബ് കോഡിങ് ആ ലെവലിൽ എത്തിയിട്ടില്ല. അല്ലല്ലേ, അല്ല ഞാൻ പറഞ്ഞ നമ്മൾ വൈബ് കോഡിങ് എന്ന് പറയുന്നത് ഒരു ബോട്ടം അപ്പ് ആക്ടിവിറ്റി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതെ അതെ. അപ്പൊ ടൂൾസ് യൂസ് ചെയ്യാൻ അറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ പ്രോംപ്റ്റ് ചെയ്യൽ തന്നെയാണ്. അല്ല അതിപ്പോ എന്താ വെച്ചാൽ ഒരു ടോപ്പ് ഡൗൺ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് റെജീമില് ഞാൻ അതാണ് ആദ്യം വിചാരിച്ചിരുന്നത്. അതായത് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, കോണ്ടെക്സ്റ്റ് എഞ്ചിനീയറിംഗ്, എനിക്ക് മോഡൽ സ്പെക്കിനെ കുറിച്ച് അറിയില്ല. ഓക്കെ, അപ്പൊ അവിടെ നിന്ന് ഈ പ്രൊഡക്റ്റ് ആർക്കിടെക്ട്സും ഇങ്ങനത്തെ സീനിയേഴ്സും സൊല്യൂഷൻ ആർക്കിടെക്റ്റും പ്രോഗ്രാം മാനേജേഴ്സും മറ്റേ തുടങ്ങും എന്ത് ഈ സാധനം, എന്നിട്ട് ദേ വിൽ ജനറേറ്റ് ദ സ്ട്രക്ചർ എവറിത്തിങ്. പിന്നെ AI അസിസ്റ്റഡ് കോഡിങ് വെച്ചിട്ട് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് അടിക്കുക. അതിനെ വൈറ്റ് കോഡിംഗ് എന്ന് വിളിക്കുന്നില്ല കേട്ടോ. വൈറ്റ് കോഡിംഗ് എന്ന് പറഞ്ഞാൽ എൻഡ് ടു എൻഡ് സോഫ്റ്റ്വെയർ ഈ ടൂൾസ് വെച്ച് ജനറേറ്റ് ചെയ്ത് ഈ ബഗ്ഗും, അതായത് അധികം അണ്ടർലൈൻ തിങ്സിന്റെ അറിയാതെ മറ്റേ എന്താ പറയാ പ്രൊഡക്ട്സിന്റെ കേപ്പബിലിറ്റിയും ത്രൂപുട്ട് കൂട്ടാൻ വേണ്ടി ഫ്രാൻഡിക്കായിട്ട് ആക്ടിവിറ്റി ചെയ്തതിനാണ് ഞാൻ വൈറ്റ് കോഡിംഗ് എന്ന് വിളിക്കുന്നത്. ഒരു കമ്പനിക്ക് സേഫ് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ്, എന്താ പറയാ കോണ്ടെക്സ്റ്റ് എഞ്ചിനീയറിംഗ് ലെവലിൽ നിന്ന് ഡൗൺലോഡ് പോയിട്ട് AI അസിസ്റ്റഡ് കോഡിംഗ്
ഡെവലപ്പേഴ്സ് ചെയ്യുന്നത്, വൈപ്പ് കോഡിംഗ് അല്ല. വൈപ്പ് കോഡിംഗ് എന്ന് പറയുമ്പോൾ വേറെ ഗെയിമായി. അതെ അതെ അതെ. അല്ല അതാണ് അപ്പോൾ സ്കില്ലെന്ന് പറയുമ്പോൾ സാറോട് ഉദ്ദേശിക്കുന്നത് ഈ ഇപ്പോൾ MCP കോൺഫിഗർ ചെയ്യുക കറക്റ്റായിട്ട് എങ്ങനെ ഇത്, അതായത് മൾട്ടിപ്പിൾ SDLC ലൈഫ് സൈക്കിളിലെ മൾട്ടിപ്പിൾ പാറ്റേൺസ് ഒക്കെ എങ്ങനെ റിയലൈസ് ചെയ്യാം. അല്ല, അവിടെ ഒരു കൺസെപ്ച്വൽ യൂണിഫോമിറ്റി ഉണ്ടെങ്കിലും ആക്ച്വലി മറ്റേ നമ്മള് സ്പെക്കിന്റെ സിൻഡെക്സിലും കോണ്ടെക്സ്റ്റ് എഞ്ചിനീയറിംഗിലും എന്ത് കൊടുക്കണം എന്നുള്ളതൊക്കെ വളരെ നെറ്റ്വർക്ക് സ്പെസിഫിക് ആയിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഏത് മോഡലാണ് നമുക്ക് വൈൻഡ് ചെയ്താലോ? ഓക്കെ. അപ്പൊ ഇന്നത്തെ ചർച്ച വി തിങ്ക് ഇറ്റ് ഈസ് ഹൈപ്ഡ് അപ്പ് എ ബിറ്റ് എന്നാണ്. ബിറ്റ് എന്നല്ല, ശരിക്കും ഹൈപ്പ് ഉണ്ടെന്ന് തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ്, മറ്റേ ഡാർമോത്ത് കോൺഫറൻസ്, ജോൺ മെക്കാർത്തി മുതൽ മറ്റേ LLM വരെ നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഈ മെഷീൻ ലേണിംഗ്, ഡീപ്പ് ലേണിംഗ്, LLM, ലാർജ് റീസണിങ് മോഡൽ വെച്ചിട്ട് ഇന്റലിജൻസ് എമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്നത്. AI, okay, with great energy, cost is still there, has arrived. At least I am very much impressed with all of the reasoning models available from great vendors. പക്ഷേ അവർ AGI, ASI is far away. With current technology they are not going to reach. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ നടക്കുന്നത് ട്രാൻസ്ഫോമർ നെറ്റ്വർക്ക് വെച്ചിട്ട് LLM, ലാർജ് ലാംഗ്വേജ് മോഡൽസ് സൂപ്പർവൈസ് ഫൈൻ ട്യൂൺ ചെയ്ത് മറ്റേ RLHF-ഉം RLAF-ഉം ചെയ്ത് റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് വിത്ത് വെരിഫയബിൾ റിവാർഡ് എന്ന് പറഞ്ഞ സിസ്റ്റം. അത് ഇൻഫാക്റ്റ് ഒരു ഗൈഡഡ് പ്രോഗ്രാം സെർച്ചാണ്. അങ്ങനെയാണെങ്കിൽ റീസണിങ് മോഡൽസ് എല്ലാം ഇങ്ങനെ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിനൊരു ഹൈപ്പ് ഉണ്ട്. അത് സോഫ്റ്റ്വെയർ ഈസ് ഈറ്റിംഗ് ദ വേൾഡ് എന്ന് പറഞ്ഞ 2011 മാർക്ക് ആൻഡേഴ്സൺ ആർട്ടിക്കിൾ. ഒരു സോഫ്റ്റ്വെയർ റെപ്ലിക്കേറ്റ് ചെയ്യാനും, അതായത് എല്ലാ സ്ഥലത്തും സോഫ്റ്റ്വെയറിൻ്റെ പ്രസൻസ് ഉറപ്പുവരുത്താൻ വേണ്ടി കുറേ കമ്പനീസ് കളിച്ചൊരു ഗെയിമിൻ്റെ പരിണിത ഫലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്ന സോഫ്റ്റ്വെയർ റെവല്യൂഷൻ. ആ സോഫ്റ്റ്വെയറിനെ AI ഈറ്റ് ചെയ്യുമ്പോൾ ഹൂ വിൽ ഈറ്റ് ദ AI എന്നുള്ളതിന് ഫിലോസഫിയാണ്. നമ്മൾ അതിനെക്കുറിച്ചൊരു സെഷൻ എടുക്കുന്നതായിരിക്കും. ഇപ്പോൾ കറൻ്റ്ലി വി ആർ മേക്കിംഗ് ആൻ അസംഷൻ ദാറ്റ് AI ഈസ് ഇൻഡീഡ് ഈറ്റിംഗ് ദ സോഫ്റ്റ്വെയർ. അപ്പോൾ ഇതിനു വേണ്ടി ഒരു എന്താ പറയുക ക്യാപിറ്റൽ ഇൻവെസ്റ്റ്. പക്ഷേ AI വാസ് സപ്പോസ് ടു റീപ്ലേസ് ഹ്യൂമൻസ്, ബ്ലൂ കോളർ വർക്കേഴ്സ്. പക്ഷെ അത് ഇപ്പോൾ ഇവിടെ വേറൊരു ട്രെൻഡാണ് കാണുന്നത്. മാസീവ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനീസ്, പൊളിറ്റിക്കൽ സർക്കിൾ, വാഷിങ്ടൺ, അതായത് ജനറേറ്റീവ് AI ഹാസ് ഗോട്ട് ഹൈ എന്താ പറയുക ജനറേറ്റീവ് AI ഹാസ് ഗോട്ട് ഗ്രേറ്റ് സപ്പോർട്ട് അമംഗ് വാഷിങ്ടൺ എലൈറ്റ്സ് എന്നാണ് പറയുന്നത്. അതായത് അവിടുത്തെ പൊളിറ്റീഷ്യൻസും ബ്യൂറോക്രസീസിൻ്റെ അടുത്ത്. അതായത് ഒരു AI എംപയർ എന്നുള്ളൊരു ബുക്കിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഓപ്പൺ AIയും മറ്റേ ഗൂഗിളും മെറ്റയെല്ലാം AI മാർക്കറ്റ് ഡൊമിനേറ്റ് ചെയ്യുമ്പോൾ ഈ കമ്പനികളെ, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ മറ്റേ സർക്കാരുവൽക്കരിച്ച മാതിരി ഇതിനെയും ചെയ്ത് കഴിഞ്ഞാൽ അമേരിക്കൻ ഗവൺമെൻറ് വേൾഡിൻ്റെ കൺട്രോൾ വീണ്ടും കിട്ടും. അതാണ് ട്രംപ് ആൻഡ് കോ ഇസ് ഷൂട്ടിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ സാം ആൾട്ട്മാൻ ഈവിളാണ്, അവരുടെ കുറേ കഥകളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വാട്ട് എവർ ബി ദ ഹൈപ്പ്, ഓക്കെ, കറൻ്റ്ലി AI അസിസ്റ്റഡ് കോഡിംഗ് ഈസ് ഹിയർ ടു സ്റ്റേ, പ്രൊവൈഡഡ് ദാറ്റ് ഓക്കെ എവറി കമ്പനി ഹാസ് ഗോട്ട് എ ഗുഡ് സീനിയേഴ്സ് ഹു ക്യാൻ ഡു കോണ്ടെക്സ്റ്റ് എഞ്ചിനീയറിംഗ് ആൻഡ് മോഡൽ സ്പെക്. പിന്നെ വൈപ്പ് കോഡിങ്ങിൻ്റെ ആംഗിൾ എനിക്ക് തോന്നുന്നുള്ള ഒരു കമ്പനീസ് ആർ ടു ഏർലി to adapt. Okay, search done right and these search engines are really capable. പിന്നെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേപ്പബിലിറ്റി ഓഫ് ദ കോഡറും വൈറ്റ് കോളർ ജോബ്സിലുള്ള ആൾക്കാരുടെ കേപ്പബിലിറ്റി, ഈവൻ കൺസ്യൂമേഴ്സിൻ്റെ കേപ്പബിലിറ്റി വരെ കൂടിയിട്ടുണ്ട്. സോ ദാറ്റ് ഈസ് പ്രൊഡ്യൂസിങ് എ ലോട്ട് ഓഫ് ചലഞ്ചസ് ടു ട്രേഡേഴ്സ്. അപ്പോൾ ഇനിയുള്ള കാലത്ത് ട്രേഡേഴ്സ് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം ഈ ട്രേഡേഴ്സ് try to leverage the ignorance of the consumers, they can really look it up very fast and get correct thing. പിന്നെ prompt engineering, context engineering, model spec, systems level agent വരെ ഡെവലപ്പ് ചെയ്യാൻ ഉപയോഗിക്കാം എന്നാണ് വെബ്. പിന്നെ
എന്താ പറയുക, ഈ ഇത്രയും യൂസ് കേസസ് വെച്ചിട്ട് ഒരു $150 billion ഇൻഡസ്ട്രി ഇൻ 5 years ടൈം ഇസ് കൺസീവബിൾ. ബട്ട് എ $1 trillion ഇൻഡസ്ട്രി അത് ഇത്തിരി സങ് കോസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ കമ്പനീസ് ഹു ഇൻവെസ്റ്റഡ് ഹെവിലി ഇൻ ഡീപ് ലേണിംഗ് നെറ്റ്വർക്ക്സ് അല്ലെങ്കിൽ LLM നെറ്റ്വർക്ക്സ്, അപ്പോൾ അവർക്ക് ഡീപ് സ്പീക്ക് ചൈനീസ് കമ്പനി ഒരു ഡിസ്റ്റിലേഷൻ എന്നൊരു ടെക്നിക്ക് വെച്ചിട്ട് ഒരു എന്താ പറയുക ഒരു ജോൾട്ട് കൊടുത്തു. പക്ഷെ അതൊരു കുറച്ചും കൂടി ഒരു അത്ര ഈ പറയുന്ന കാര്യങ്ങളൊക്കെ അമേരിക്കൻ കമ്പനീസിനും ചെയ്യാൻ പറ്റും. പക്ഷെ അതൊരു മീഡിയ ലെവലൊരു റെസ്പോൺസ് ആണെന്ന് കണ്ടാൽ മതി. പക്ഷെ ഡീപ് സ്പീക്കിൻ്റെ ഡിസ്റ്റിലിംഗ് എന്നുള്ള ടെക്നിക്ക് ഹാസ് ഗോട്ട് ഗ്രേറ്റ് പ്രോമിസ്. പിന്നെ AI models cannot do causal reasoning like Newton, but they are more reasoning like Kepler, who could actually predict planetary position based on regression or എന്താ പറയുക ഒരു എലിപ്റ്റിക്കൽ റിഗ്രഷൻ ചെയ്തിട്ടാണ് പുള്ളി കണ്ടുപിടിച്ചത്. അപ്പോൾ വൺ സ്റ്റഡി ഫ്രം MIT Harvard says that even if you place any other model instead of LRM, nobody is going to reason at this current state of the affairs. എന്താ പറയുക ന്യൂട്ടൻ്റെ ന്യൂട്ടൺ ലൈക്ക് കോഷൻ ലോ ഉണ്ടോ എന്ന് അറിയണം. ഇനി ഉണ്ടെങ്കിൽ തന്നെ അത് ലേൺ ചെയ്യാൻ പോകുന്നില്ല. ദേ വിൽ ബി ലേണിംഗ് സംതിങ്. അപ്പോൾ കോറിലേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെ ലേൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ കോഷൻ റീസണിങ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ എന്താ പറയുക സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസ് വെർ വെരി ഹാപ്പി ബിക്കോസ് ഓക്കെ റൈറ്റിംഗ് ബോയിലർ പ്ലേറ്റ് കോഡ് ഓർ എൻട്രി ലെവൽ കോഡ് ഈസ് വെരി ഡിഫിക്കൾട്ട്, ടീഡിയസ്. അപ്പോൾ കുറേ ജൂനിയേഴ്സിനെ കേൾപ്പിച്ച് എന്താ പറയുക അവരുടെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു സോഫ്റ്റ്വെയർ പ്രൊഫഷണൽസ്. പക്ഷേ ഇപ്പം നൗ ദേ ഹാവ് ടു ഷോ വാല്യൂ. ഈ എന്താ പറയുക ഒരു ഗ്രേറ്റ് ലെവലറാണ്. പിന്നെ ഓൺ വാട്ട് ബേസിസ് ഈ കമ്പീറ്റിനെ കുറിച്ച് കുറച്ച് ചർച്ചയ്ക്ക് ഇവിടെ നടന്നു. അപ്പോൾ സ്റ്റിൽ AI ഹൈപ്പാണെന്ന് പറയുമ്പോഴും കീപ്പ് എ വാച്ച് ഓൺ ഇറ്റ്. There are things, okay, technology from these research, technologies can percolate into other fields. But knowledge of what is happening under the hood behind the AI tools can be of help in software engineering and other area of endeavor. I hope this was useful. Nandi, namaskar.